ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവം കാണാൻ കഴിയും. ഔഫ് ഇബ്നു തുഫൈൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം 40-ലേറെ കൊല്ലം സ്വഹാബത്തിനും താബിഈങ്ങൾക്കും ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതയാണ് ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ ചെറുപ്പകാലത്തെ കഥകളും നബിതങ്ങളുമായി ഉണ്ടായ ഇച്ചിരി പിണക്കങ്ങളും നബിതങ്ങളോടുള്ള സംസാര ശൈലികളും അതൊക്കെ നമ്മൾ കേട്ടു പരിചയപ്പെട്ടതായിരിക്കും. പക്ഷേ അതിനുശേഷം മഹദിയുടെ ജീവിതം വല്ലാത്തൊരു അത്ഭുതമാണ്. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കൈയഴിഞ്ഞു കൊടുക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ പോലെയുള്ള ആളുകളൊക്കെ ചില സമയത്ത് 10,000 ലക്ഷക്കണക്കിന് ദിർഹമുകളൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അത് ഒരു ദിവസം അസ്തമിക്കുന്നതിന്റെ മുമ്പേ ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാവർക്കും കൊടുത്തു തീർക്കും. അപ്പോഴാണ് അവിടുത്തെ ഖാദിമത്തായ മൗലാത്ത് ചോദിച്ചത്, അല്ല ഉമ്മ, നിങ്ങൾക്കിന്ന് നോമ്പല്ലേ, ഈ നോമ്പ് തുറക്കാൻ നേരത്ത് ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ 1 ദിർഹം, ലക്ഷക്കണക്കിൽ നിങ്ങൾ ചെലവഴിച്ചില്ലേ ആർക്ക്? പാവപ്പെട്ടവർക്ക്. 1 ദിർഹം നിങ്ങൾ ബാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു ഇറച്ചി കഷ്ണം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കാമായിരുന്നല്ലോ. ഈ നോമ്പ് തുറക്കണ നേരത്ത് ഒരു എണ്ണയും ഉണക്കറൊട്ടിയും അല്ലാതെ ഒന്നുമില്ലല്ലോ ഉമ്മ, എന്തേ നിങ്ങൾ 1 ദിർഹം ബാക്കി വെച്ചുകൂടായിരുന്നു നോമ്പ് തുറക്കുമ്പോ ഒരു നല്ല ഭക്ഷണത്തിന്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ, ഹല്ലാ ദക്റതീനി, എന്തെന്നോട് ഓർമ്മിപ്പിച്ചു തരാതിരുന്നത്? എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ, എന്നാലും നിങ്ങൾക്ക് ഇതും ബാക്കി വെച്ചു. മോളെ, ഞാൻ ചെയ്തു പോയൊരു നന്മയെ സംബന്ധിച്ച് നീ എന്നെ വിഷമിപ്പിക്കരുത്. അതിന്റെ നന്മ നഷ്ടപ്പെടാനും പ്രതിഫലം നഷ്ടപ്പെടാനും അത് കാരണമായേക്കും. ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടില്ലായിരുന്നു തോന്നുക. ഇവിടെ വല്ല ആവേശത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത്ര തരാ, പിന്നെ വേണ്ടില്ലായിരുന്നു, കഴിഞ്ഞു, അതുകൊണ്ട് വലിയ കാര്യമില്ല. അങ്ങനെ ആവരുത്. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു, ചിലപ്പോൾ വാപ്പ പറയല്ലേ, ഉമ്മ പറയും, ഈ എന്തിനങ്ങനെയൊക്കെ ചെയ്തത്? അല്ല പെങ്ങൾ പറയും, ഞങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് എന്നാ പോരായിരുന്നോ, നാട്ടുകാരെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത നന്മയെ ഇല്ലാതെയാക്കാൻ പല പിശാചുക്കളും ഉണ്ടാവുന്നതാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മോളെ, ഇനി എന്നോടത് പറയല്ലേ, ഞാനത് കൊടുത്തു കഴിഞ്ഞു. ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ, വാപ്പയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സൗജാണ്, റസൂലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ്, സ്വന്തം സഹോദരി പുത്രൻ. അത്രയും ഇഷ്ടപ്പെട്ട ആൾ വേറെ ഉണ്ടായിരുന്നില്ല എന്നാ. കാന അഹബ്ബന്നാസി ഇലൈഹ, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്ന മറ്റൊരാൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ സഹോദരിയാണ്, ഖാലത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ എളാമയോ മൂച്ചാമ്മയോ അങ്ങനെയല്ലേ പറയല്ലോ. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിക്കും അനിയത്തിക്കും ഒക്കെ അങ്ങനല്ലേ പറയാ. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? ചെറുപ്പുളശ്ശേരി വേറെ വല്ല വാക്കുണ്ടോ? എളാമ്മ മൂത്തമ്മ എന്നല്ലേ പറയാ. അവര് ഉമ്മയുടെ സ്ഥാനത്താണെന്ന ശറഈന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അന്നൊരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി അസബതു ഹദ്ദൻ, വളരെ കുറ്റകരമായ ഒരു കാര്യം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, ഞാൻ എന്തു ചെയ്യും? ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ എന്റെ ഈ കുറ്റം അറിയുകയാണെങ്കിൽ എനിക്ക് ശിക്ഷ നടപ്പാക്കപ്പെടും. അങ്ങനത്തെ ഒരു കുറ്റം ഞാൻ ചെയ്തു. എന്തെങ്കിലും വ്യഭിചാരമോ അങ്ങനത്തെ എന്തെങ്കിലും കുറ്റമായിരിക്കണം അത്. എന്തെന്ന് പറഞ്ഞില്ല. അസബതു ഹദ്ദൻ, ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ നടപ്പാക്കപ്പെടുന്ന ഒരു കുറ്റം ഞാൻ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞു ഓടി വന്നപ്പോ മഹാനവറുകൾ ചോദിച്ചു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. വാപ്പുണ്ടോ? വാപ്പയില്ല. ഉമ്മയുടെ സഹോദരിമാരെങ്കിലും ഉണ്ട്? എളാമ്മയുണ്ട്, ഉമ്മയുടെ അനുജത്തിയുണ്ട്. നീ ചെന്നിട്ട് നിന്റെ എളാമ്മക്ക് നീ നന്മ ചെയ്തു കൊടുക്കണം. ലഅല്ലഹ തുകഫിർ, നീ നിന്റെ ഉമ്മയുടെ സഹോദരിയോട് ചെയ്യുന്ന ഈ നന്മ
ഒരുപക്ഷെ നീ ചെയ്ത പാപം പൊറുക്കപ്പെടാൻ കാരണമാവും. അതുകൊണ്ട് എളാമക്ക് പോയിട്ട് നല്ല നന്മ ചെയ്തു കൊടുക്ക്, സന്തോഷം ചെയ്തു കൊടുക്ക്, അവർക്ക് സഹായം ചെയ്തു കൊടുക്ക്, അവരെ സന്തോഷിപ്പിക്ക്. കാരണം സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മയുടെ സഹോദരിമാർ ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് നന്മ ചെയ്താൽ എന്ത് ചെയ്യും? പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ എളാമക്ക് നന്മ ചെയ്താലും ഉമ്മയുടെ കാലശേഷം മുത്തമ്മക്ക് അത് ഉമ്മയുടെ സ്ഥാനമാണെന്നാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം എളാമയാണ്, ഉമ്മയുടെ സ്ഥാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണെങ്കിലോ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം വല്ലാത്തൊരു ജീവിതമായിരുന്നു. അധികാരോടും അങ്ങനെ ഒരു ഇടപഴകലൊന്നുമില്ല, ഇബാദത്തുകളുമായി മുഴുകിയിരുന്നൊരു കാലമാണ്. അപ്പൊ വല്ലാത്ത ഇഷ്ടമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ ആയിഷ ബീവി ഒരു വീട് വിറ്റ കച്ചവടം നടത്തിയ ഒരു സംഭവം അറിഞ്ഞു. ആയിഷ ബീവിയുടെ ഒരു വീട് ബീവി റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്തു. എത്രയോ 10,000 എന്തോ ദിർഹം കിട്ടിയിട്ടുണ്ട്. അപ്പോ ബീവി റളിയല്ലാഹു അൻഹ കിട്ടുന്നത് മുഴുവൻ സ്വതക്ക ചെയ്യുന്ന ഒരു ശീലമാണ്. ഒരു വീട് വിറ്റിട്ട് സ്വന്തമായ ഒരു വീടോ ഒരു കൂരയോ എന്തെങ്കിലും ഒന്ന് സൗകര്യപ്പെടുത്താൻ പോലും നിൽക്കാതെ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ആ വീട് വിറ്റ് കിട്ടിയ മുഴുവൻ കാശും അന്നക്കന്ന് അങ്ങോട്ട് സ്വതക്ക ചെയ്ത് തീർത്തു, സ്വതക്ക ചെയ്ത് തീർത്തു. കാരണം അഷ്റഫുൽ ഖൽഖിൽ നിന്ന് പഠിച്ചവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ, ഞാൻ എന്റെ വീട്ടിൽ ഒരു ദിർഹമോ ഒരു ദീനാറോ ബാക്കി വെച്ചത് ഓർമ്മ വന്നു, ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഓടി വന്നത്. സ്വഹാബികൾ ചോദിച്ചു അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നബി തങ്ങൾ വീട്ടിലേക്ക് ഓടുകയാണ്. എന്തേ നബിയെ വിഷയം? വീട്ടുകാർ ചോദിക്കുന്നു, സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ അങ്ങ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോയല്ലോ, എന്ത് പറ്റി? എന്റെ വീട്ടിൽ ചില ദീനാറോ ദിർഹമോ ആരോ തന്ന് ഏൽപ്പിച്ചത് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാതെ എന്റെ മനസ്സിന് സമാധാനം വരൂല, അതുകൊണ്ട് ഞാൻ പോയതാണ് പെട്ടെന്ന് വിതരണം ചെയ്യാൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ എന്ന് കണ്ടുപിടിച്ച ഒരു ശീലമാണത്. ഭർത്താവിന് ഔദാര്യശീലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കും ഔദാര്യശീലം. ഭർത്താവ് പിഷ്കനാണെങ്കിൽ ഭാര്യ പിഷ്കത്തിയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞൊരു സ്വഭാവം പഠിച്ചെടുക്കുന്ന. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് മഹദി പഠിച്ചത് ആരിൽ നിന്നാണ്? നബി തങ്ങളിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട് വിറ്റ മുഴുവൻ കാശും മഹദി റളിയല്ലാഹു അൻഹ അന്നക്കന്ന് സ്വതക്ക ചെയ്തു എന്ന വിവരം കേട്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർക്ക് ഇത് പിടിച്ചില്ല. മഹാനവറുകൾ ഒരു വാക്ക് പറഞ്ഞുപോയി, വല്ലാഹി ലതൻതഹിയന്ന ഖാലതി ആയിഷ ഔ ലഅഹ്ജുറന്ന അലൈഹാ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ എളാമയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇതുപോലെയുള്ള പണികൾ നിർത്തിയേച്ചു, അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ കൈ പിടിക്കാൻ ഞാൻ ഇനി മുന്നോട്ട് വരുന്നു, എന്റെ ഉമ്മയുടെ ആയിഷ ബീവിയുടെ കൈ ഞാൻ പിടിച്ചു വെക്കും, ഉമ്മ ഇങ്ങനെ എല്ലാം കൊടുത്തു തീർത്താൽ ഉമ്മക്ക് വല്ലതും ഉണ്ടാകുമോ എന്ന് വളരെ വ്യസനത്തോടുകൂടെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിതാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സംഭവമാണിത്. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലതൻതഹിയന്ന ഖാലതി ആയിഷ, എന്റെ എളാമയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് നിർത്തിയേ പറ്റൂ, ഇങ്ങനെ കൊടുത്തു തീർക്കുന്ന ഏർപ്പാട്, ഒന്നും ബാക്കി വെക്കാതെ എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ രീതി, എന്തെങ്കിലും ഒന്ന് മിച്ചം വെക്കണ്ടേ? ഔ ലഅഹ്ജുറന്ന അലൈഹാ, അല്ലെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിച്ചു വെക്കും. അതൊരു വല്ലാത്ത വാക്കായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്റെ പ്രിയങ്കരനായ എന്റെ സഹോദരിയുടെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ലാ ഉകല്ലിമു ഇബ്നു സുബൈർ അബദാ, ഇനി ഒരിക്കലും ഞാൻ ഇബ്നു സുബൈറിനോട്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് മിണ്ടുകയേ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ നേർച്ച ചെയ്തു, ഞാൻ മിണ്ടൂല. അതിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ ബീവി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്തേ? സ്വന്തം സഹോദരി പുത്രനോട് ഞാൻ മിണ്ടൂല, ഞാൻ ഇനി മിണ്ടുകയില്ല. വല്ലാഹി വല്ലാഹി ലാ ഉകല്ലിമു ഇബ്നു സുബൈർ അബദാ, ഇബ്നു സുബൈറിനോട് ഞാൻ ഇനി കാലം മുഴുവനും മിണ്ടുകയേ ഇല്ല, ഇനി ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ മാത്രം പിണക്കം എന്തുണ്ടായി? അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമോ മറ്റൊരാളോട്?
ലാ യഹ്ജുർ, ഒരു മുസ്ലിമായ മനുഷ്യനും തന്റെ കൂട്ടുകാരനോട് 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇനി ഒരിക്കലും ഞാൻ അവനോട് മിണ്ടുകയില്ല എന്ന് പറഞ്ഞു? ഒരു വാക്കാണ് വിഷയം, ഒരൊറ്റ സെന്റൻസ്. വല്ലാഹി ലതൻതഹിയന്ന ഖാലതി ആയിഷ ഔ ലഅഹ്ജുറന്ന അലൈഹാ, ഒന്നുകിൽ ആയിഷ ബീവി നിർത്തണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൈ പിടിച്ചു വെക്കും. കാരണം ഒരു ഉമ്മയോട് മോനത് പറയാൻ പാടില്ലല്ലോ. ഞാൻ അവന് ഉമ്മയല്ലേ, ഒരു ഉമ്മയോട് കാണിക്കേണ്ട അദബ് ആ വാക്കിൽ വന്നില്ലല്ലോ. അതാണ് ആയിഷ ബീവിയെ വിഷമിപ്പിച്ചത് റളിയല്ലാഹു അൻഹാ. വാപ്പമാരോട്, ഉമ്മമാരോട്, പിതാവിനോട്, മുതിർന്നവരോട് സംസാരിക്കുമ്പോ സംസാരത്തിന്റെ ആ വാക്കുകളിൽ വരുന്ന ചില പിഴവുകൾ നമ്മളൊന്നും ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പലതും പറഞ്ഞു, പിന്നെ സോറി എന്ന് പറയും. സാരല്ല കേട്ടോ, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. ചിലരങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും, പിന്നെ വന്നിട്ട് കാൽക്ക വീഴും. അങ്ങനെയൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് പ്രായമുള്ളവരൊക്കെ. എന്തെങ്കിലൊക്കെ പറയാ, പിന്നെന്ത് ചെയ്യാ, പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്തിപ്പോ ഞാനാ പറഞ്ഞത്. ചില കല്യാണമൊക്കെ പോയി കൊളാക്കി വരുവേ, അവിടെ ചെന്നിട്ട് ആകെ പ്രശ്നമാക്കിയിട്ട്, ഏതെങ്കിലും സദസ്സിൽ ചെന്ന് അവിടെ ചെന്നിട്ട് ആകെ പ്രശ്നമാക്കും, ഒന്നും ഉണ്ടാവില്ല. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട് എടുത്ത ഈ ഒരു കടുത്ത സമീപനം ശരിയാണോ? എന്തുകൊണ്ട് ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു എന്നൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് മിണ്ടൂല എന്നൊക്കെ പറയാൻ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ബീവി പറഞ്ഞു റളിയല്ലാഹു അൻഹ? അതിന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കാരണം പറയുന്നത്, വറഅത് ഫീ കലാമിഹി ഹാദാ നൗഅ ഉഖൂഖിൻ, അതായത് ഒരു ഉമ്മയോടോ വാപ്പയോടോ പറയേണ്ട വാക്കല്ലല്ലോ അങ്ങനെ. ഞാൻ പിടിച്ചു വെക്കും, ഇതൊക്കെ എന്റെ ഉമ്മ നിർത്തിയേ പറ്റൂ എന്നൊക്കെ ഒരു മോൻ അത്രക്കങ്ങ് പറയാവതാണോ? അത് ഉമ്മയോടോ ഉപ്പയോടോ കാണിക്കുന്ന അനാദരവിന് തുല്യമല്ലയോ? അതുകൊണ്ടാണ് ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയാൻ കാരണമെന്നാണ്. അത് മാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം വഴി വരാനുണ്ട്. തബൂക്ക് യുദ്ധത്തിന് വരാൻ പറ്റാത്ത വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ 3 വിഭാഗം, മൂന്നാളുകൾ, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 3 പേർ, അവര് തബൂക്കിലേക്ക് വരാതിരുന്നപ്പോൾ 1 മാസത്തോളം നബി തങ്ങൾ അവരോട് മിണ്ടാതെ നിന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, വാപ്പയും മക്കളും തമ്മിലുള്ള പിണക്കത്തിന് ഈ 3 ദിവസത്തിന്റെ പരിധിയില്ലാന്നാ. വാപ്പയും മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അസ്വാജിനെ ഹജറഹുന്ന 1 മാസത്തോളം നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് സംസാരിക്കാതെ നിന്ന അനുഭവങ്ങൾ പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ ഇത്തരം അടുത്ത ഇടപഴകുന്ന ആളുകളുമായി, അങ്ങനെയാണല്ലോ തൊട്ടടുത്ത ആളുകൾക്ക് ഒരു വിഷമുണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? സ്വന്തം വീട്ടിലെ സ്വന്തം വാപ്പ, സ്വന്തം ഉമ്മ, സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനുജൻ, പെങ്ങള്, അവരിൽ നിന്നൊക്കെ ഒരു വിഷമം വരുമ്പോ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ പിണക്കം ഒരുപക്ഷെ നീണ്ടുപോകും. പക്ഷേ നീണ്ടു പോവരുതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നീണ്ടുപോയാൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് ചില ഇളവുകളൊക്കെ ഉണ്ട് എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരങ്ങ് വിഷമിച്ചു പോയില്ലേ, എന്റെ ഉമ്മ നിങ്ങൾ എന്നോട് മിണ്ടൂലാന്നോ? അതെ, ഞാൻ നിന്നോട് മിണ്ടൂല. ആയിഷ റളിയല്ലാഹു അൻഹ മിണ്ടാട്ടം നിർത്തിയെന്ന വളരെ വിഷമിച്ചു പോയി. ഭൂമിയൊക്കെ വല്ലാണ്ട് ചുരുങ്ങിയതുപോലെ തോന്നും, വല്ലാണ്ടങ്ങ് മനസ്സങ്ങ് ഇടുങ്ങിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ കരയാൻ തുടങ്ങി. എന്റെ ഉമ്മ എന്നോട് മിണ്ടൂലേ, ഇനി ആരാണ് എനിക്കുള്ളത്? എന്റെ ഉമ്മക്ക് തുല്യം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ഉമ്മയാണ്, എന്റെ ഖാലത്താണ്, എന്നോട് മിണ്ടൂലേ? ഞാൻ ആ പറഞ്ഞ് തെറ്റായി പോയെങ്കിൽ ഉമ്മ എനിക്ക് മാപ്പ് തരണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് നേർച്ച ചെയ്തു പോയി, നദർതു ലില്ലാഹ്, എന്റെ നേർച്ച ഞാൻ നിന്നോട് മിണ്ടുന്നതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വാക്കാണ്. നാശം വിതക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ വാക്കുകളാൽ ഉണ്ടാകുന്ന നാശങ്ങൾ എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മുടെ ഈ ചർച്ച ഇന്ന് കടന്നു പോകുന്നത്. ചില കലിമത്തുകൾ, ചില വാക്കുകൾ വലിയ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ചില പദപ്രയോഗങ്ങൾ, ചില കമന്റുകൾ ആളുകൾ ടൈപ്പ് ചെയ്ത് വിടുന്നത്, ആളുകൾ എഴുതി വിടുന്നത്, പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, അതിൻ്റെയൊക്കെ കുറ്റം ഭയങ്കരമാണ്. അതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ നിസ്കാരം ശരിക്കും കൊണ്ട് നടക്കുന്ന ആളുകൾ, സുന്നത്ത് നോമ്പ് വരെ എടുക്കുന്ന ആളുകൾ, ഖുർആനും ദിക്റും ഒക്കെ എമ്പാടും ചൊല്ലുന്ന ആളുകൾ,
അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിക്കുന്ന ചില വിഷയങ്ങൾ നാവ് സൂക്ഷിക്കുന്നതിനാണ്. നാവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പറഞ്ഞു പോകുന്നത്, ഇടപഴകുന്നത്, പെരുമാറ്റച്ചട്ടങ്ങൾ, ഇതിലൊക്കെ വരുത്തുന്ന വീഴ്ചകളിലൂടെ വലിയ നഷ്ടം സംഭവിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ആരെ പിടിച്ചാൽ കാര്യം നടക്കും, ആയിഷ ബീവി ഒന്ന് മിണ്ടിക്കിട്ടണം, ആയിഷ ബീവിയോടൊന്ന് വർത്തമാനം പറയണം, എന്റെ ഉമ്മയുടെ പിണക്കമൊന്ന് നിർത്തണം. ആയിഷ ബീവിയുടെ സ്വന്തം നേരെ മോനല്ല, സഹോദരിയുടെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയുടെ ബന്ധത്തിൽ വരുന്ന മഹാനായ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു, രണ്ട് മഹത്തുക്കളായ സ്വഹാബിമാർ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയുടെ സഹോദരന്മാരല്ലേ, ഉമ്മയുടെ സഹോദരന്മാരല്ലേ, നിബിതങ്ങളുടെ അമ്മാവന്മാരല്ലേ, നിങ്ങൾ വിചാരിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഞാനും തമ്മിലുള്ള പിണക്കം ഇല്ലാതെയാക്കാൻ കഴിയുമല്ലോ, ഒന്ന് സഹായിക്കണം. ഞങ്ങളാര് പറഞ്ഞാലും ബീവി കേൾക്കൂല, എന്നാലും നിങ്ങളൊന്ന് ഇടപെടണം, എനിക്ക് എന്റെ ഉമ്മയോട് മിണ്ടാതെ എനിക്ക് ഉറക്കം വരില്ല. ഭക്ഷണം കഴിക്കാതെയായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ, ഉറക്കം വരാണ്ടായി പോയി. അതാ സ്നേഹബന്ധമാണ് കേട്ടോ. ചിലർ പിന്നെ മിണ്ടിയിട്ടില്ലെങ്കിൽ എനിക്കെന്താന്ന് പറഞ്ഞു പോണവരുണ്ടാവും, അവരെ പറ്റിയല്ല, അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹബന്ധങ്ങൾ ആകുമ്പോ വല്ല ഉറക്കം വരൂല, ശരീരം മെലിഞ്ഞു പോവും, കണ്ട ഷുഗർ പിടിച്ചോ എന്നൊക്കെ ചോദിക്കും, ഒന്നും അവരെ ടെൻഷനായിരിക്കും. അങ്ങനെ ഉണ്ടാവൂലേ? എത്ര വിഷമം, മനസ്സിനേൽക്കുന്ന വിഷമം വല്ലാത്ത ആഴമുണ്ടാവും, അതിന് വല്ലാത്ത മുറിവുണ്ടാവും. അത് നമ്മൾ ആരും മറ്റൊരാൾക്ക് അത് ഉണ്ടാവരുത് എന്ന് വിചാരിക്കേണ്ടവരാണ്. മറ്റൊരാൾക്ക് നമ്മളാൽ നാവ് കൊണ്ടൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമ്മുടെ വാക്കുകളെ കൊണ്ട് ഒരു പ്രയാസം വരരുത് എന്നുദ്ദേശിക്കേണ്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് രണ്ടുപേരും കടന്നു ചെല്ലുന്നു. അവരോട് പറഞ്ഞു, മഹാനായ മിസ്വർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ ഉമ്മയായ ആയിഷ ബീവി ഫഇന്നഹു ലാ യഹില്ലു ലഹാ അൻ തൻദുറ ഖതിഅതി ഇലൽ അബ്ദ്, മിണ്ടാതിരുന്നോട്ടെ, ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം, കാലം മുഴുവനും ഇനി മരിക്കോളം എന്നോട് മിണ്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ടേ പറ്റൂ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നിലക്കത് പരിഹരിച്ചു തരണം എന്നാവാന്ന് പറഞ്ഞു. കുട്ടി കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ ചെന്നിട്ട് സലാം പറയും, ബീവിയോട് ചോദിക്കും, ഞങ്ങൾ കടക്കട്ടെ, ഞങ്ങൾ എല്ലാവരും കടക്കട്ടെ എന്ന് ചോദിക്കും. കാരണം പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് കാണൂലല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആരാന്ന് ചോദിക്കും. ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ആണ്, അല്ലെങ്കിൽ മിസ്വർ ഇബ്നു മഖ്റമ തങ്ങളാണ്, ബന്ധുക്കളാണെന്ന് പറയും. അപ്പോ കടക്കാൻ അനുമതി തരും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ എല്ലാവരും വന്നോട്ടെ. അപ്പൊ ബീവി ഓക്കേ എന്നങ്ങ് പറഞ്ഞാൽ ബീവി മറയുടെ പിന്നിലായിരിക്കും ഉണ്ടാവുക. നീ എന്ത് ചെയ്യാ, നേരെ ചെന്നിട്ട് അങ്ങോട്ട് കാൽക്ക് വീണിട്ട് മാപ്പ് ചോദിച്ചേക്കണം. ആ കിട്ടിയ ചാൻസ് ഉപയോഗിച്ചു. പറ്റുമോന്ന് ചോദിച്ചു. ഓ പറ്റും, എന്നാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ കൂട്ടി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വാതിൽക്കൽ ചെന്നു. മഹാനായ മിസ്വർ എന്നവര്, അബ്ദുറഹ്മാൻ എന്നവര് അവരുടെ ഒരു പുതപ്പ് പുതച്ചിട്ട കയറി ചെല്ലുന്നത്. അസ്സലാമു അലൈകി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അനദ്ഖുലു, ഉമ്മ ഞങ്ങൾ വരട്ടെ, ആയിഷ ബീവി ഞങ്ങൾ വന്നോട്ടെ, സമ്മതം ചോദിച്ചു. എന്നാ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലും എന്ത് ചെയ്യണം, സമ്മതം ചോദിച്ചിട്ട് അനുമതി കിട്ടിയിട്ടേ കയറി ചെല്ലാവൂ. അത് നമ്മൾ സാമാന്യം മനസ്സിലാക്കേണ്ട, എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു നന്മയാണ്. ചിലർ പറയും, ആ വീട്ടിൽ ഞങ്ങളൊക്കെ ആങ്ങൾ പെങ്ങളെ പോലെയല്ലേ. അങ്ങനെയൊന്നുമില്ല. മഹറമീങ്ങളല്ലാത്തവർക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഇസ്ലാമിലില്ല. മഹറമല്ലാത്തവർക്ക് എന്ത് ആങ്ങളെ പെങ്ങളെന്ന് പറയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിലെ സ്വഹാബികൾക്കോ അവിടുത്തെ സ്വഹാബിനോ അനുവദിച്ചു കൊടുക്കാത്തൊരു പ്രിവിലേജ് നമ്മൾ എങ്ങനെ പറയാം. കൂടെ പഠിച്ചവരല്ലേ, ഒരു ബെല്ലടിച്ചു വരുന്നു, കയറുന്നു, ഇരിക്കുന്നു, ജ്യൂസ് ഉണ്ടാക്കുന്നു, ഇരിക്കുന്നു, വർത്താനം പറയുന്നു, ഉറക്കൊഴിക്കുന്നു, പോകുന്നു, വരുന്നു, അറിയുന്നില്ല. അവര് അവര് ആങ്ങളെ പെങ്ങളെ പോലെയാണ്. അങ്ങനെയൊന്നുമില്ല. പച്ചയായ ഹറാമായിരിക്കും അത്. അന്യരായ ആണുങ്ങളും പെണ്ണുങ്ങളും അന്യ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറി വരിക, ഒരുമിച്ചിരിക്കുക, അതൊന്നും പാടില്ലാത്ത സംഗതികളാണ്, ശറ അനുവദിക്കാത്തതാണ്. അത് ശ്രദ്ധിക്കണം, ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. കോളേജ് പഠിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുക. അത് ഒരുമിച്ച് പഠിക്കണം. എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച പുതിയെന്നാണ് അർത്ഥം. ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അജ്നബിയാണ്, അന്യനാണ്, ആണായാലും പെണ്ണായാലും. അപ്പോ അതിന്റെ രീതികളിൽ നിർത്താൻ കഴിയണം. ആയിഷ ബീവിയുടെ അടിക്കത്തേക്ക് ചെല്ലുമ്പോ ചോദിക്കുകയാണ്, സലാം പറഞ്ഞിട്ട്, അനദ്ഖുലു, ഞങ്ങൾ അകത്തേട്ട് വരട്ടെയോ ബീവി, സമ്മതം തരുമോ? അപ്പൊ വീട്ടുകാർ സമ്മതം തന്നാലാണ് അകത്ത് കയറുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ, സിസ്റ്റം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ ബെല്ലടിക്കുക, തുറക്കുക, ആ അടുക്കളയ്ക്ക് നേരെ ഞാൻ ഇവിടെ എത്തി എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്തുകൂടാ. അനദ്ഖുലു, ഞങ്ങൾ കടക്കട്ടെയോ? ഖാലത്ത് ഉദ്ഖുലൂ, വന്നോളൂ എന്ന് പറഞ്ഞു. കുല്ലുന, ഞങ്ങൾ എല്ലാവരും വരട്ടെ. കുല്ലുക്കും, ബീവിക്കറിയില്ല കൂടെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുണ്ടെന്ന്.
എല്ലാരും വന്നോളൂ എന്ന് പറഞ്ഞു. അകത്തേക്ക് കയറി. ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ അപ്പുറത്തായിരിക്കുക. കാരണം സ്വന്തം കാണാൻ പാടില്ലാത്ത ആളുകൾ എത്തുന്ന സമയം റളിയല്ലാഹു തആല അൻഹ ഹിജാബിന്റെ മറവിലായിരിക്കും ഉണ്ടാവുക. നേരെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ കയറി ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു. ഫഅ്സനഖ ഉമ്മയെ വാരിപ്പുണർന്നു. എന്നിട്ട് ഉമ്മയുടെ കാല് പിടിച്ചു പറഞ്ഞു, ഉമ്മ എന്നോട് മാപ്പ് തരണം. എന്തെങ്കിലും ഒരു വാക്കിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? എന്നെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിന്നോട് മിണ്ടുകയില്ലെന്ന് പിണക്കമാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ നേർച്ചയാണ്. നദർതു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നേർച്ച ചെയ്താൽ അത് നിർബന്ധമാണ്. ഉമ്മ ഇങ്ങനെ ഒരു നേർച്ച ചെയ്യേണ്ടതുണ്ടോ? ഞാൻ നിങ്ങളുടെ മോനല്ലേ, എനിക്ക് മാപ്പ് തന്നുകൂടെ? മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് എന്നവർ, മിസ്വർ ബിൻ മഖ്റമ രണ്ടുപേരും പറഞ്ഞു, ആയിഷ ബീവി നിങ്ങളുടെ മോനല്ലേ അത് അബ്ദുള്ള, ചെറുപ്പമല്ലേ, പുറത്തു കൊടുക്കിൻ, മാപ്പ് ചെയ്തു കൊടുക്കിൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കിൻ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളാരും പിണങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു പറയുന്നു, നദർതു വന്നദറു ശദീദ്, ഞാൻ നേർച്ച ചെയ്തു, എന്റെ നേർച്ച അത്രയും കഠിനമാണ്, അതെനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു അവസാനം എന്നാൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. ഇപ്പൊ എന്റെ നേർച്ചയോ അങ്ങനെ അള്ളാഹുവിനോട് ഒരു ഖസം ചെയ്തിട്ടുണ്ടെങ്കിൽ, നെദർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണം, ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന വല്ലാഹി പറഞ്ഞൊരു വിഷയം നമ്മൾ ചെയ്തു. ആ വിഷയം നമുക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നു, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ശറഅത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ പറഞ്ഞു. ഇതിലൊന്ന് ഇത്ഖു റഖബ, അടിമയെ മോചിപ്പിക്കണം എന്നാണ്. ഉമ്മ നിങ്ങൾക്ക് ഞാൻ 10 അടിമയെ കൊണ്ടുവരാന്ന് പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ. അങ്ങനെ 10 പേരെ കൊണ്ടെന്ന് പറഞ്ഞു, ഇവരെ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മോചിപ്പിച്ചോളൂ, നിങ്ങളുടെ നേർച്ചക്കടം വീടാൻ ഇത് മതിയല്ലോ, നിങ്ങൾക്ക് കുറ്റം ഉണ്ടായില്ല, ഒരു അടിമയെ മോചിപ്പിച്ചാൽ മതി. പക്ഷേ 10 ആളുകളെ മോചിപ്പിച്ചു. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ വേറെ വാങ്ങി, അവരെ മോചിപ്പിച്ചു. എന്തേന്നറിയോ? ഇത് മഹദിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരച്ചടിമയെ മോചിപ്പിച്ചാൽ മതി. അന്ന് തന്നെ 9 ഏറെയാണ്, 10 മോചിപ്പിച്ചപ്പോ പിന്നെ ഒരു 40 ഏറെയും. എന്നിട്ട് മഹദി റളിയല്ലാഹു അൻഹു എപ്പോഴും അവർ ചെയ്ത നേർച്ചയെ സംബന്ധിച്ച് പറയും, ഫതബ്കി, എന്നിട്ട് ഇങ്ങനെ കരയും. അവിടുത്തെ കണ്ണുകളെന്ന് കണ്ണിനീര് വന്ന് മുഖമൊക്കെ മുഴുവനും നനയും. റളിയല്ലാഹു അൻഹാ വഅർളാഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല മഹദി റളിയല്ലാഹു അൻഹയെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ത്വയ്യിബാതു ലിത്വയ്യിബീന, സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തെരഞ്ഞെടുത്ത മോളല്ല മഹദിയല്ല ആയിഷ റളിയല്ലാഹു അൻഹ. അത്രയും നല്ല മഹദിയാണെന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മഹദിയായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വാക്കിന്റെ പേരിൽ, ഒരു സെന്റൻസ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന സഹോദരീ പുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് മഹദി റളിയല്ലാഹു അൻഹു പിണങ്ങിയ പിണക്കം മഹാന്മാർ ഉദ്ധരിക്കുന്നത് വാക്കുകളാൽ വരുന്ന അബദ്ധങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സംഘാടകർ ഇവിടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന നമ്മുടെ ഈ ഹാളിനൊക്കെ റെന്റും നമ്മുടെ മൈക്ക് സെറ്റും അല്ലെ, മൈക്ക് ഫ്രീ അല്ലല്ലോ, അപ്പോ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടിയിട്ട് പലതുള്ളി പെരുവെള്ളായിട്ട് അൽഹംദുലില്ലാഹ് ഒരു നല്ല പൈസ കൊടുക്കേ. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹ്. അപ്പോ അല്ലാഹു തആല ഇത് വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാവരും നല്ല സ്വതക്ക ചെയ്യണം. ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ യർഫഉഹു അല്ലാഹു ബിഹാ ദറജാതിൻ ഫിൽ ജന്നഹ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു വാക്ക് കാരണം നോക്കണം. ഇന്നൽ അബ്ദ, ചില ആളുകൾ, ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടമാകുന്ന ചില വാക്ക്, ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞേക്കും, ഒരു വാക്ക്, ഒരു നന്മ, ഒറ്റ നന്മ, ലാ യുൽഖി ലഹാ ബാലൻ, ആ പറയുന്ന ആൾ പക്ഷേ അതിന് അത്രയങ്ങ് ഗൗരവം കൊടുത്തു എന്ന് വരില്ല. ഒരു നല്ല കാര്യം പറഞ്ഞു, ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, എന്തെങ്കിലും മാപ്പാക്കി കൊടുത്തക്കടോ, ഒരു തൊലാക്കിലെത്തിയിരിക്കുന്ന വിഷയമാണ്, നീ അങ്ങ് പുറത്തു കൊടുത്താ പോരെ, ഒരു വാക്ക് പറഞ്ഞു. അത് മധ്യസ്ഥം പറയുമ്പോൾ പല വാക്കും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാക്കാണ്. ഇന്ന് മധ്യസ്ഥം പറയുന്നത് പിരിച്ച് രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് തിരിച്ചു പോരാൻ. അപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് കാര്യം നടന്നു എന്ന് പറയാം. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. മധ്യസ്ഥന്മാർ പോവേണ്ടത് എന്തിനാണ്? യോജിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം യോജിപ്പിക്കാനാ ചെയ്യേണ്ടത്, അല്ലേ? പരസ്പരം വാശിക്ക് വേണ്ടി നിൽക്കുക, വീറും വാശി ഞങ്ങൾ ജയിച്ചു എന്ന് പറയാം, ശരിക്കും തോൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
അപ്പൊ ഒരുപക്ഷെ ചില വാക്ക് നമ്മൾ പറയും യോജിപ്പിക്കാൻ വേണ്ടി, പുറത്തു കൊടുക്കാൻ വേണ്ടി. ലാ യുൽഖി ലഹാ ബാല, അതിനൊരു പക്ഷെ അത്ര വലിയ ഗൗരവത്തിൽ അങ്ങ് പറഞ്ഞ വാക്കൊന്നും ആവില്ല. പക്ഷേ സ്വർഗലോകത്ത് ഒരുപാട് സ്ഥാനമാനങ്ങൾ അള്ളാഹു ആ മനുഷ്യന്റെ ഒരു വാക്ക് കാരണം അള്ളാഹു കൊടുത്തേക്കും. വേറൊന്നുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില വാക്കുകൾ ചില ആളുകൾ പറയും, സാരമായി തമാശയായിട്ട് പറയും. മിൻ സഖത്തുല്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ചിലത് പറയും. ലാ യുൽഖി ലഹാ ബാല, അതിന് തീരെ അവർ ഗൗനിക്കുകയില്ല, മൈൻഡ് ചെയ്യാതെ അങ്ങ് പറയും, മൈൻഡ് ചെയ്യാതെ പറഞ്ഞേക്കും. ആ ഒരു വാക്ക് കാരണം യഹ്വീ ബിഹാ ഫീ ജഹന്നം, നരകത്തിൽ ആ മനുഷ്യൻ വീണുകൊണ്ടിരിക്കും. അബ്അദ മിന സുറയ്യ, സുറയ്യ നക്ഷത്രത്തോളം ദൂരത്തേക്ക് നരകത്തിൽ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്ക് കാരണം ഒരുപക്ഷെ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കലിമത്ത്, ഒരൊറ്റ വാക്ക്, ഒരു സെന്റൻസ് അല്ല, അരമണിക്കൂറല്ല, ഒരൊറ്റ വാക്ക്. അതേപോലെ ഒരു നന്മ പറയുമ്പോൾ ഒരു വാക്കുകൊണ്ട് അള്ളാഹു ഒരുപാട് സ്ഥാനം, അള്ളാഹു ഒരുപാട് പൊരുത്തം, സ്വർഗലോകത്തെ സ്ഥാനമാനങ്ങൾ അള്ളാഹു കൊടുത്തു വരും. ഇത് വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നത് അവന്റെ വാക്കാണ്, അവന്റെ പ്രവൃത്തിയാണ്. വാക്കെന്ന് പറഞ്ഞാൽ ഇന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന കാലമാണ്. എഴുതിയിട്ടും എഴുതാതെയും ടെക്സ്റ്റ് ചെയ്തിട്ടും റെക്കോർഡ് ചെയ്തിട്ടും ഒക്കെ കൊടുക്കും. ഇതൊക്കെ വാക്കുകളാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ നന്മയും തിന്മയും എന്തെന്ന് വേർതിരിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു വാക്കുകളാൽ വരുന്ന അബദ്ധങ്ങൾ, തിന്മകൾ, തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാവുകളെ കാത്തു സൂക്ഷിക്കട്ടെ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ പറയുന്ന വാക്കുകൾ അത് റഖീബോ അതീദോ അറിയാതെ, അവർ കേൾക്കാതെ, അവർ രേഖപ്പെടുത്താതെ പോകുന്ന ഒരു വാക്കും മനുഷ്യൻ പറയുന്നില്ല. നമ്മൾ പറയുന്നതൊക്കെ റഖീബ് അതീദ് എന്ന മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അറിയുന്നതാണ്. വർത്താനം പറയുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രം, അല്ലേ? നമ്മുടെ മലക്കിനത് ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിനത് ഇഷ്ടപ്പെടുമോ? ഇന്ന السمع والبصر والفؤاد إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചിന്തിപ്പിക്കുവാൻ അല്ലാഹു പറയുന്നു, ഇന്ന സമഅ വൽ ബസറ, തീർച്ചയായും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കാഴ്ചയിലേറെ കേൾവിയാണ് കൂടുതൽ നടക്കുക. ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞുവരെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. ജനിച്ച കുഞ്ഞ് കണ്ണടച്ചു വെച്ചിട്ടായിരിക്കും ഇരിക്കുക. കണ്ണ് തുറക്കാൻ മിനിറ്റുകൾ എടുത്തെന്ന് വരും, പക്ഷെ ആ കുട്ടി കേൾക്കുന്നു. അതുകൊണ്ടാണ് വാങ്ക് വിളിക്കാൻ പറഞ്ഞത്. ചെവി ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്, പിന്നെ കണ്ണ് വർക്ക് ചെയ്യും. അതുകൊണ്ട് ചെവിയും കണ്ണും ഖുർആൻ പറയുമ്പോൾ ആദ്യം ചെവി എന്നാ പറയാ, ആദ്യം കേൾവിയെ സംബന്ധിച്ച ഖുർആൻ പറയാ. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ആദ്യം എടുത്തു പറയാ ചെവിയാണ്, പിന്നെയാണ് കാഴ്ച എന്ന് പറയാ. ഇന്ന സമഅ വൽ ബസറ, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ, നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ കോട്ടകെട്ടി പ്ലാൻ ചെയ്ത് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം, കുല്ലു ഉലൈക, നിങ്ങളുടെ മനസ്സും കേൾവിയും കാഴ്ചയും ഇതെല്ലാം കാന അൻഹു മസ്ഊല, നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നവയാണ്. അല്ലാഹു ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നത്, വായന കുറഞ്ഞു പോയ കാലാണത്. വായിക്കാൻ വലിയ മടിയാണ്. ഉറങ്ങാൻ ഇപ്പോൾ ഉറക്കുവിളിക്കേണ്ട ആവശ്യമില്ല എന്നാ. പെണ്ണുങ്ങൾക്കൊക്കെ ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്താൽ ഒരു പുസ്തകം കൊടുത്താൽ മതി, അപ്പൊ ഉറങ്ങിയേക്കും. വായിച്ചാ ഉറങ്ങി, അതാണ്. വായിക്കൊരു പുസ്തകം എടുത്താൽ പത്രം ചിലപ്പോൾ ഉഷാറിൽ വായിച്ചു തരും. ഒരു പുസ്തകം കൈ കൊടുത്തു നോക്കി, ആണായാലും പെണ്ണായാലും 10 മിനിറ്റ് കഴിഞ്ഞ് എന്ന് നോക്കിയാൽ കൂർക്കം വെച്ച് ഉറങ്ങുണ്ടാവും. എന്ത് വായിക്കാൻ പറ്റണില്ല. അങ്ങനെ വായന മരിച്ചു പോകുന്നൊരു കാലാണ്. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? കുറെ യൂട്യൂബും കുറെ വാട്സപ്പും കേൾക്കാനും കാണാനുള്ള സൗകര്യം ചെയ്തിട്ട്, എന്നാ പിന്നെ അത് നന്മക്ക് ഉപയോഗിക്കുക. ഏതായാലും വായിക്കണില്ല, എന്നാ കുട്ടികളെ കണ്ടോളി എന്ന് പറഞ്ഞ് അള്ളാഹു ഈ ടെക്നോളജി ഒക്കെ തന്നിരിക്കുകയാണ്. അപ്പൊ നല്ലത് കാണാം, നല്ലത് കേൾക്കുക. കാരണം കേൾവിയും കാഴ്ചയും നമ്മുടെ ചിന്തയും നാളെ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. വായിക്കാൻ മടിയുള്ള കാലം, വേറൊരു ഓപ്ഷനും ഇല്ല. ബുദ്ധിമുട്ടായി പോവില്ലേ? അപ്പോൾ അള്ളാഹു ഒരുപാട് കേൾക്കാൻ, അങ്ങനെ യാത്ര പോവാൻ ഹെഡ്ഫോണും വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ വാഹനത്തിൽ അതിൻ്റെ സ്പീക്കറിട്ട് കേൾക്കാം, അല്ലെങ്കിൽ കാണാം. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നു. ഇത് നന്മക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതൊരു ഫിത്നയുണ്ടാവാൻ, ഒരു കുടുംബം തെറ്റാൻ, പരസ്പരം ആളുകളെ തമ്മിൽ അടിപ്പിക്കാൻ, ഇതൊന്നും ഒരു മനുഷ്യനും ചെയ്തു പോകരുത്.
ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. എഴുതുന്ന ടെക്സ്റ്റ് ചെയ്യുന്ന ഓരോ വാക്ക് പോലും ശ്രദ്ധിക്കേണ്ടവയാണ്. ചില വാക്കുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്ക് വന്നു പോയേക്കും. പരിശുദ്ധമായ ഹദീസിൽ മഹാനായ ഇമാമുന മുസ്ലിം തങ്ങളും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ഉദ്ധരിച്ച ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും മുസ്നദിലും വന്ന ഒരു ഹദീസുണ്ട്, വളരെ സ്വഹീഹായ ഹദീസ്. രണ്ട് സഹോദരന്മാരുടെ ചരിത്രമാണത്. ജ്യേഷ്ഠൻ വളരെ നല്ല മനുഷ്യനാണ്, അനുജൻ വളരെ മോശക്കാരനാണ്. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നാ ലോകത്ത്. അള്ളാഹു എല്ലാവരും നന്നാക്കി കൊടുക്കട്ടെ. വളരെ പടച്ചോനെ പിടിച്ച് നടക്കുന്ന നല്ല മനുഷ്യൻ. അനുജൻ അങ്ങനെ ഫിത്നയും ഫസാദായിട്ട് നടക്കുന്നു, ഗീബത്തും നമീമത്തായിട്ട് നടക്കുന്നു, കള്ളു കുടിച്ച് നടക്കുന്നു, വ്യഭിചരിച്ച് നടക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. പക്ഷേ ജ്യേഷ്ഠൻ ഉപദേശിക്കുവനെ അഖ്സിർ, തിന്മ ചെയ്യല്ലടോ, നിർത്തിയേക്ക്, ഫിത്നയും ഫസാദ് ഉണ്ടാക്കല്ലേ, തിന്മ ചെയ്യല്ലേ, അഖ്സിർ. എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കൂല. അങ്ങനെ എപ്പോഴും പറയുമ്പോ ഇവൻ ചോദിക്കുകയാണ് സ്വന്തം ജ്യേഷ്ഠനോട്, ഖല്ലീനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബാ, എന്നെയും എന്റെ റബ്ബിനെയും നീ അങ്ങ് വിട്ടേക്ക്, എന്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ പറഞ്ഞയച്ചുവോ എന്ന് സ്വന്തം സഹോദരനോട്, ജ്യേഷ്ഠനോട് അനുജൻ ചോദിച്ചു. എന്റെ കാര്യം, എന്നെയും എന്റെ റബ്ബിനെയും വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി മനസ്സിൽ സ്നേഹമുള്ള ആളാണ്. പക്ഷേ തെറ്റ് സംഭവിച്ചു പോകുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നിരന്തരം തെറ്റുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന, തിന്മയിലേക്ക് മനസ്സ് കൊടുക്കുകയോ തിന്മ പ്ലാൻ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്രിമിനലിനെ കുറിച്ചല്ല ഈ സംഭവം പറയുന്നത്. മനസ്സിലെവിടെയോ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, പക്ഷേ തെറ്റ് സംഭവിച്ചു പോകുന്നു. അതെ, നമ്മുടെ ജാഫർ എന്ന് പറഞ്ഞൊരു സുഹൃത്തിന്റെ ഒരു മോളല്ലേ ഇപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ കുഞ്ഞിന് ഒരു പ്രയാസമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്. അബുദാബിയിലുള്ള അവിടെ താമസം ഉണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തു കൂടിയാണ് അവരുടെ ആ കുട്ടിയുടെ ഉപ്പ. അപ്പോൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാന്ന് പറയുന്നുണ്ട്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ ആ കുട്ടിയുടെ ഷിഫായിന് വേണ്ടി ദ്വാരക്ക. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ. എല്ലാവരും 7 പ്രാവശ്യം പറഞ്ഞാട്ടെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹ. 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 അല്ലാഹുവേ നീ കുട്ടിക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ കുട്ടികൾക്കും ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു തആല ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം ഈ ദുആ ചൊല്ലിയാൽ അല്ലാഹു ശിഫ കൊടുത്തിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചാണെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടാണ്ടിരിക്കുള്ളൂ. അത് അല്ലാഹു തആല ആ കുട്ടിക്ക് ആയുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു വളരെ പെട്ടെന്ന് ശമനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തന്റെ കൂട്ടുകാരനോട് അഖ്സിർ അഖ്സിർ, നീ തിന്മ ചെയ്യരുതെന്ന് നിരന്തരം ഉപദേശിച്ചപ്പോ ദേഷ്യം പിടിച്ചിട്ട് അവൻ പറഞ്ഞു, ഖല്ലീനി വറബ്ബി, എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക്. അങ്ങനെയാണ്, എന്നെയും എന്റെ തിന്മയെയും വിട്ടേക്ക് എന്നല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ചെയ്തേക്കും, നീ ആരാ? അതല്ല, എന്നെയും എന്റെ റബ്ബ്, എന്റെ പടച്ച തമ്പുരാൻ കാരുണ്യവാനല്ലയോ. അതുകൊണ്ടാണ് പണ്ട് ഒരു അറാബി വന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിച്ചത്, പൊന്നാര നബിയെ, മൻ യതവല്ലൽ ഹിസാബ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നബിയെ ആരാണ് മനുഷ്യന്മാരെ വിചാരണ ചെയ്യുക? മനുഷ്യരാണോ മലക്കുകളാണോ? ആരാ നബിയെ നാളെ വിചാരണ ചെയ്യുന്നത്? അല്ലാഹുവാൻ. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അവന്റെയും മനുഷ്യരുടെയും ഇടയിൽ വേറെ ഒരു ഇടനിലക്കാരനില്ല. ഡയറക്റ്റ് അല്ലാഹുവാണ് ഹിസാബ് ചെയ്യാം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. എന്തിപ്പോ നിങ്ങളാ ചോദിച്ചത്? എന്തിപ്പോ ആ ചോദ്യം? പൊന്നാര നബിയെ, നമ്മുടെ വിചാരണങ്ങാൻ അള്ളാഹ് വല്ല മനുഷ്യരെയും ഏൽപ്പിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അത് അള്ളാഹു അല്ലേ ചെയ്യണത്. അവൻ റഹ്മാനും റഹീമുമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച പടച്ചോൻ തരും. ആ ഒരു സമാധാനത്തിൽ പറഞ്ഞതാ നബിയെ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റബ്ബിനെയും എന്നെയും അങ്ങ് വിട്ടേക്ക്. എന്റെ റബ്ബ് കാരുണ്യവാനല്ലേ. എന്റെ മനസ്സിന്റെ നിയ്യത്ത്, എന്നെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ എന്റെ റബ്ബിനറിയോലോ.
അതുകൊണ്ട് എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ ആ ജ്യേഷ്ഠൻ സ്നേഹം കൊണ്ടോ അഭിമാനബോധം കൊണ്ടോ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിനക്ക് അള്ളാഹു പുറത്തു തരൂല. ഉറപ്പാണ്, അള്ളാഹിനെ തന്നെയാണ് സത്യം, അള്ളാഹു നിനക്ക് പുറത്തു തരൂല. ആ വാക്ക് വല്ലാത്തൊരു വാക്കായി പോയി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വ ഉഖറാഹ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള വാക്കായി പോയി ജ്യേഷ്ഠനാ പറഞ്ഞ വാക്ക്. നിനക്ക് അള്ളാഹു പുറത്തു തരൂല എന്ന് നമ്മൾ എങ്ങനെ പറയും? അള്ളാഹു അല്ലേ പുറത്തു കൊടുക്കുന്നവൻ. അല്ലാഹു ജല്ല ജലാലു അല്ലാഹു തആല പറഞ്ഞല്ലോ, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലി ഫുലാൻ, ഇന്നാലിന്ന ഒരാൾക്ക് ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് എന്റെ പേര് വെച്ച് സത്യം ചെയ്ത് പറഞ്ഞ ആളെവിടെ? എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയേ, അത് എന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യേ, ഞാൻ പൊറുക്കുമോ ഇല്ല എന്ന്. അഖാന ബി അലീമ, അവൻ എന്തറിഞ്ഞു? വഅലാ മാ ഫീ യദി ഖാദിറ, എന്റെ കഴിവുകളെ സംബന്ധിച്ച് അവൻ എന്തറിഞ്ഞു? ഖദ് ഗഫർതു ലഹു വ അഹ്ബത്തു അമലക്, ഞാൻ അവന് പുറത്തു കൊടുത്തു, നിന്റെ കർമ്മങ്ങൾ ഞാൻ തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹു മനുഷ്യനോട് പറയാൻ. അല്ലാഹുവേ, നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ. ചിലപ്പോൾ പല കുരുത്തക്കേടും ചെയ്തിട്ട് അവസാനം അങ്ങ് നന്നാവും. ഒരുപാട് കുരുത്തക്കേട് കളിച്ച് നന്നാവുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടൂല, പിന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരൂല. കുറച്ച് കുരുത്തക്കേടുള്ള മരണം വരെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിന്ന് വരും. പക്ഷെ വല്ലാണ്ട് എല്ലാ കളിയും കളിച്ചിട്ട് നന്നാവുന്നവരുണ്ടല്ലോ. നമ്മളെല്ലാവർക്കും അല്ലാഹു തആല ഹിദായത്തും ഇസ്തിഖാമത്തും നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് കുറച്ച് കളിക്കാന്നോ കുറേ കളിക്കാന്നോ ഒന്നും അതിനർത്ഥമല്ല. എപ്പോഴാണ് അള്ളാഹുലേക്ക് തിരിച്ചു പോവേണ്ട സമയം അജലത്തൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോ ആരെപ്പറ്റിയും അവനൊന്നും ഇനി നന്നാവില്ല എന്നൊന്നും പറയരുത്. അവനൊക്കെ ഇനി അവന്റെ കാര്യം പോക്കാൻ, അങ്ങനെയൊന്നും പറയണ്ട. പക്ഷേ കുറേയൊക്കെ തെറ്റ് ചെയ്തു, കുറേ ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കി, പിന്നെങ്ങനെ തോന്നി ഞാൻ നന്നായാലോ? അല്ലാഹു തആല തോന്നൽ കൊടുത്താൽ പോരെ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ സംബന്ധിച്ച് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹു നിനക്ക് പുറത്തു തരില്ല എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി വല്ലദീ നഫ്സി ബിയദി ലഖദ് തകല്ലമ ബികലിമത്തിൻ ഔബഖത് ദുനിയാഹു വ ഉഖറാഹ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഒരൊറ്റ വാക്കുകൊണ്ട്. ഒരു വാക്കാണത്. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ആഖിറത്തിൽ, നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. അതുകൊണ്ടത് നല്ല വാക്കുകളാവണം. വാക്കുകളാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയേക്കും. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്ന ഗുലാമൻ ഇസ്തുശ്ഹിദ യൗമ ഉഹദ്, പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഷഹീദായി കിടക്കുന്നു. ഉഹദ് യുദ്ധം നടക്കുകയാണ്. സ്വഹാബികളൊക്കെ ചെയ്ത ത്യാഗം എത്രയാ മുഅ്മിനീങ്ങളെ. നമ്മുടെ ഉഹദൊക്കെ കാണുന്നില്ലേ ഉംറക്കൊക്കെ പോകുമ്പോഴേ? ജബലുർ റുമാത്ത്, ഗൈഡുകൾ പറഞ്ഞൊരു ഇവിടെയായിരുന്നു ജബലുർ റുമാത്ത്. ഇതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നത്, ഈ കെട്ടിന്റെ ഉള്ളിലാണ്. അവിടെ വേറെയും സ്വഹാബിമാർ, ഇവിടെയാണ് യുദ്ധം നടന്നത്, ഇതാണ് ഉഹദ് മല എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ രംഗം ഇങ്ങനെ ഓർത്തു പോവണം. സഫിയ്യ റളിയല്ലാഹു അൻഹ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാ സ്വഹാബിമാർ ഓടുമ്പോൾ, എങ്ങോട്ടാണ് സ്വഹാബികളെ നിങ്ങൾ ഓടുന്നത്? അള്ളാഹിന്റെ റസൂലിനെ ഒറ്റക്കാക്കി നിങ്ങൾ ഓടുകയാണോ? ഞങ്ങൾ ഒരുങ്ങുകയാണ്. കുന്ത, ഒരു സ്വഹാബിന്റെ കയ്യിൽ നിന്ന് കുന്തങ്ങ് പിടിച്ചു വാങ്ങിയത്, ഞാൻ ഒരുക്കമാണ് എന്റെ റസൂലിനെ സഹായിക്കാൻ. അങ്ങനെ ഓടിച്ചെന്ന് ഹബീബ് തങ്ങളോടുള്ള ഹുബ്ബ് സ്വഹാബത്ത് പ്രകടിപ്പിച്ച ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമാണ് ഉഹദ്. നമ്മൾ പറയും അവരിവിടുന്ന് ഓടി, അപ്പോഴാണ് താഴെ ഇറങ്ങിയപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ സൈന്യപ്പുറത്ത് വന്നത് എന്നൊക്കെ നമ്മൾ ഉഹദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർക്കണം, സ്വഹാബികളുടെ ജീവിതത്തിൽ ഉഹദ് ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ. അബദ്ധം ഒരിക്കൽ സംഭവിക്കാം, തെറ്റ് ഒരിക്കൽ സംഭവിക്കാം, പക്ഷെ മനുഷ്യൻ പാഠം ഉൾക്കൊള്ളണം. സ്വഹാബിമാർക്ക് ഒരു തെറ്റവിടെ സംഭവിച്ചു, ഒരു ഇജ്തിഹാദ് പിഴച്ചു എന്ന് പറയും. അവർ നബി തങ്ങളുടെ ഓർഡർ കിട്ടും മുമ്പേ താഴെ ഇറങ്ങി, പക്ഷേ പിന്നീട് ഒരു ഉഹദ് ആവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവരതും പാഠം പിടിച്ചവരാണ് സ്വഹാബിമാർ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അവിടെ ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. ഇസ്തുഷ്ഹിദ്, വയറിലാണെങ്കിലോ ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. വിശന്നിട്ടേ ഉഹദ് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിശന്നിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഗർഭം ചുമന്ന ഉമ്മ, ജന്മം കൊടുത്ത ഉമ്മ, താലോലിച്ച് പോച്ചു വളർത്തിയ, ഉറക്കമിളച്ച് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ ആ മോന്റെ അരികത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ മോന്റെ മുഖത്തുനിന്ന് മണ്ണിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഷഹീദായി കിടക്കല്ലേ, ചോര കുളിച്ച് കിടക്കല്ലേ. ആ സമയത്ത് മുഖത്ത്
തംസഹു അൻ വജ്ഹിഹി തുറാബ്, മുഖത്തുനിന്ന് മണ്ണിങ്ങനെ നീക്കി കൊടുത്തിട്ട് ആ ഉമ്മ ഇങ്ങനെ പറയാണ്, ഹനീഅൻ ലക യാ ബുനയ്യൽ ജന്ന, മോനെ നിനക്ക് ഞാൻ സ്വർഗം ആശീർവദിക്കുന്നു, മോനെ നിനക്ക് അല്ലാഹു സ്വർഗം തരുമല്ലോ, മോനെ നിനക്ക് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ്. ഹനീഅൻ ലക യാ ബുനയ്യൽ ജന്ന, മോനെ നീ മരിച്ചുപോയി, ഉറപ്പാണ്, നീ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്, പക്ഷേ നിനക്ക് സ്വർഗം ഉണ്ടല്ലോ മോനെ, നീ ഷഹീദല്ലേ, നിനക്ക് സ്വർഗം കിട്ടുമല്ലോ. അതാര് കേട്ടു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, വമാ യുദ്രീകി, ഉമ്മ നിങ്ങളുടെ മോന് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ അത്രക്കങ്ങ് പറയാൻ കഴിഞ്ഞു? വമാ യുദ്രീകി ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി, അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും നിങ്ങളുടെ മോൻ പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ? തെറ്റു പറഞ്ഞോന്നല്ല, മാ ലാ യഅനീ, things don't concern you. നമുക്കൊരു ബന്ധമില്ലാത്ത ഞാനത് എന്തിനു പറയണം, ഞാനതുമായിട്ട് എന്ത് ബന്ധിരിക്കണ്, എനിക്കത് എന്തിന് ഇടപെടണം, അങ്ങനത്തെ വിഷയങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ മോൻ വല്ലതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയോ? ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണോ? എങ്കിലല്ലേ ഈ സ്വർഗം പറയാൻ ധൈര്യം കാണിക്കാൻ പറ്റൂ. നിങ്ങളുടെ മോൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വിചാരണ ഉണ്ടാവില്ലേ ഉമ്മ? ഡയറക്റ്റ് അങ്ങ് സ്വർഗം കിട്ടുമോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാവിൽ നിന്ന് കേൾക്കുകയാണ്, പൊന്നാര നബിയെ, വിജയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എന്ത് ചെയ്താൽ വിജയം കിട്ടും നബിയെ? മഹാനായ മുആദ് എന്നവരോട്, ചെറുപ്പക്കാരനാണ് മുആദ് റളിയല്ലാഹു അൻഹു, കുഫ അലൈക ഹാദാ, നാവ് പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, മുആദേ നാവ് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നാവ് സൂക്ഷിച്ചേക്കണം, നാവ് സൂക്ഷിച്ചേക്കണം. അപ്പൊ പറഞ്ഞു, പൊന്നാര നബിയെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, നമ്മൾ പറഞ്ഞു പോകുന്ന എന്നാൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നമുക്ക് ശിക്ഷയുണ്ടോ? പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അടി കൊടുക്കുന്ന് പറഞ്ഞു, മറ്റൊരു പോയി അടിച്ചു, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ പറയണ പോലെ പറഞ്ഞാൽ നബിയെ വാക്ക് പറഞ്ഞു, നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതിനൊക്കെ ശിക്ഷ ഉണ്ടോ നബിയെ? അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, സകിലതുക ഉമ്മുക യാ മുആദ്, മുആദേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, മുആദേ ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കൊണ്ട് വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്, അവരുടെ മൂക്കിനാൽ, അവരുടെ മൂക്കിനുമേൽ വലിച്ചു കൊണ്ടുവരപ്പെടുന്നത് നാവുകൊണ്ട് ചെയ്ത തെറ്റുകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മുആദേ? ഒരുപാട് ആളുകൾ നരകശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവർ പറഞ്ഞതോ എഴുതി വെച്ചതോ ചെയ്ത തിന്മകളെ കൊണ്ടാണത്രേ. ജനങ്ങൾ മൂക്കിനുമേൽ, മുഖത്തിനുമേൽ വലിച്ചിഴക്കപ്പെട്ട് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് നാവുകൊണ്ട് ചെയ്ത വിനകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മുആദേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, നാവുകൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വാക്കുകൾ നാശം വിതക്കുന്നവയാണ്. വാക്കുകളാൽ നന്മ വരും, ഒരുപാട് നന്മ. ചില നന്മകളൊക്കെ മുത്തുനബി ഞങ്ങൾ പറഞ്ഞു, ചില നന്മകൾ നാവുകൊണ്ട് വളരെ നിസ്സാരം. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن. നാവിന് വളരെ എളുപ്പവും പറയാനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രണ്ട് വാക്കുകൾ അള്ളാഹുവിന് എത്രയോ ഇഷ്ടമാകുന്നത്. നാളെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഹിസാബിന്റെ സമയത്ത്, മീസാനിന്റെ നേരത്ത് തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളുണ്ടത്രേ. രണ്ട് വാക്ക്, ചെറിയ വാക്ക്. ഖഫീഫതാനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ പ്രയാസമുള്ള അക്ഷരങ്ങളൊന്നും അതിലില്ല. ഗൈരിൽ മഗ്ദൂബി എന്ന് പറഞ്ഞ ആ ബുദ്ധിമുട്ട് പോലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അതിലുണ്ടോ? ഇല്ലല്ലോ. എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ് ഒന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വളരെ എളുപ്പല്ലേ? പറയാൻ വല്ല പ്രയാസമുണ്ടോ? ആർക്കെങ്കിലും ആ ഏതെങ്കിലും അക്ഷരം പുറത്തു വരുമ്പോൾ അടുത്തുള്ള ആൾ കേൾക്കേ, ആൾക്ക് ഇടങ്ങേറാവേ, കാറി തുപ്പേണ്ടി വരെ, അങ്ങനൊന്നും ഇല്ലല്ലോ. വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി.
കലിമത്താൻ, അത് 2 വാക്കുകളാണ്. ഒരിക്കൽ പറഞ്ഞാൽ ഓരോ തവണ പറയുമ്പോഴും നമ്മുടെ അമലുകൾ നാളെ വലിയ വലിയ അമലുകൾ വെച്ചിരിക്കേണ്ടിടത്ത് വലിയ കനം തൂങ്ങുന്ന അമലുകൾ ഈ 2 വാക്കുകളെ കൊണ്ട് കിട്ടും. അതും വാക്ക് തന്നെയാണ്, അതും കലിമത്താൻ. കലിമത്താൻ 2 വചനങ്ങൾ, ഖഫീഫതാനി അലൽ ലിസാൻ, നാവ് കൊണ്ട് വളരെ പറയാൻ എളുപ്പമാകുന്നത്, എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത്, തുലാസിൽ കനം തൂങ്ങുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു പിടി വാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ്. വബാബും മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ കാരണമാണ്. വഗറസും മിൻ ഗിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വൃക്ഷങ്ങളിൽപ്പെട്ട വൃക്ഷമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ച് വലുതായി അതിൽ തേങ്ങയോ ഇളനീരൊക്കെ ആവണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം, എത്ര അധ്വാനിക്കണം. പക്ഷേ സ്വർഗലോകത്തൊരു വൃക്ഷം നടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒന്ന് പറഞ്ഞു നോക്കി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്ര തന്നെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നിരിക്കുന്നത്. നാവ് കൊണ്ട് പറയുന്ന ചില വാക്കുകൾ തന്നെയാണിത്. അതുകൊണ്ട് കിട്ടുന്ന നന്മ നോക്കി, മാഷാ അല്ലാഹ്. ഖൈറുൽ അഅമാലി, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വഅസ്കാഹാ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായത്, വഅർഫഉഹാ ലിദ്ദറജാത്ത്, അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമാനം ഉയർത്തപ്പെടാൻ ഏറ്റവും കാരണമാകുന്നത്. വമാ ഹുവ ഇൻദല്ലാഹി ഖൈറും മിൻ ദർബിൽ അനാഖി വൽ ഇൻഫാഖി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ, അല്ലാഹുവിന് വേണ്ടി അവന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാണ്. പാട്ടപ്പിരിവ് ആദ്യം കഴിഞ്ഞത് ഭാഗ്യല്ലേ, അല്ലെങ്കിൽ ഞാൻ ദിക്റല്ലി കൊണ്ട് ഞാൻ ഇടുന്നില്ല. സദഖക്ക് ഇൻഫാഖിന് വേറെ കൂലി കിട്ടും, പക്ഷെ ഇതിന്റെ മഹത്വം ഭയങ്കരമാണ്. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഖൈറാണത്രേ. അല്ലാഹുവേ, നമുക്ക് അതൊക്കെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ദിക്ർ ചെയ്യാ. വെറുതെ ഒരു മ്യൂസിക് കേട്ട മൂളിപ്പാട്ട് പാടുന്നവരുണ്ട്, ഏതെങ്കിലും പാട്ടിന്റെ ട്യൂണ് കിട്ടിയ ആ പാട്ട് മുഴുവൻ പാടാൻ പറ്റുന്നവരുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തുള്ള സിനിമന്റെ തിരക്കഥ വരെ പറയും. നല്ല ഓർമ്മയാണ്. നമ്മുടെ മൂളിപ്പാട്ട് പോലെ ദിക്ർ നമുക്ക് പാടാൻ പറ്റുമോ? ദിക്ർ നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ, മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്ന കൂട്ടത്തിൽ എന്ത് വിശുദ്ധ ഖുർആൻ ഇതിന്റെ പകരം എന്ത് രസത്തിലെ യാസീനൊക്കെ ഓതി ഇങ്ങനെ നടക്കുക, എന്ത് രസമായിരിക്കും. വെറുതെ ഏതോ മനുഷ്യന്മാര് അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്തത്, അവർ സംവിധാനിച്ചത്, അവർ എഴുതിണ്ടാക്കിയത്, അവര് സംഗീതം പകർന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ സമയം കൊന്നുകളയുന്നത്. അള്ളാഹുവിന്റെ കലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടേ നമുക്കത് വേണ്ട. അപ്പൊ നമ്മളങ്ങനെ ചെയ്യല്ലേ. നമ്മളൊക്കെ വലിയ നിധി കിട്ടിയവരാണ്. ഇതിന്റെ വില ഇതറിയാത്തവർക്കറിയാം. വിശുദ്ധ ഖുർആനിന്റെ വില എത്രയാണെന്ന് അമുസ്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. യൂറോപ്പുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇസ്ലാമിലേക്ക് ഓടി വരെ നമ്മൾ പറയുന്നില്ല, ഇത് പച്ചയായ സത്യമാണ്. സ്വീഡൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്ന രാജ്യമാണ്. സ്വീഡൻ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള രാജ്യമാണ്. പുരുഷനെ കല്യാണം കഴിക്കാം, പെണ്ണിനെ കല്യാണം കഴിക്കാം. ഈ തരത്തിലുള്ള ആഭാസങ്ങളൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആളുകളാണ് സ്വീഡൻകാർ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആള് വരുന്നത് ഇപ്പൊ സ്വീഡനിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്തല്ലേ, വലിയ അത്ഭുതമല്ലേ. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഹിജാബ് മതി എന്ന് പെൺകുട്ടികൾ പറയാൻ, ഞങ്ങൾക്ക് അച്ചടക്കമുള്ള ഇസ്ലാമിന്റെ വേഷം മതി, ഞങ്ങൾക്ക് ഉംറ ചെയ്യണം, ഞങ്ങൾക്ക് ഹജ്ജിന് വരണം, ഞങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങൾക്ക് അല്ലാഹുവിനെ വേണം, ചെറുപ്പക്കാർ പറയാൻ, ആ നാട്ടുകാരായ ആളുകൾ. അപ്പോ ഇതിനൊക്കെ വലിയ വിലയുണ്ട്. പിന്നെ മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്നല്ലേ നമ്മൾ പറയാം. അതാണ് ഈ കുഴപ്പം. നമുക്കിതിന്റെ വില അറിയാം. നമുക്ക് ഉസ്താദുമാരൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വേദന ഒരാളെങ്കിൽ മറ്റൊരാളെ കിട്ടും, ഒരു ഉസ്താദ് പോയാൽ അടുത്ത ഉസ്താദിനെ അപ്പം തന്നെ കിട്ടും, ഒരു മുക്രിക്ക പോയാൽ പൊയ്ക്കോളി ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവരുന്നു പറയാം. ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ തരത്തിൽ ഒരു തരം നമുക്കിതിനുള്ള വില നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുക. വിശുദ്ധ ഖുർആൻ എല്ലാ മ്യൂസിക് കരിയർ മുഴുവൻ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് കടന്നു വന്ന ആളുകളെ നമ്മളൊന്ന് ഓർത്ത് നോക്കി. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്.
അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. നിങ്ങൾ പറയുന്ന നല്ല വാക്ക് ഒരു സ്വതക്കയാണ്, അതൊരു ദാനമാണ്. നല്ലൊരു വാക്ക് പറയാം, നല്ലൊരു വാക്ക് പറയാം. മോശപ്പെട്ടത് പറയാം. എത്ര ആൾക്കാരുണ്ടെന്നാ ലോകത്ത് മോശപ്പെട്ടത് പറയാനും തമ്മിലടിപ്പിക്കാനും പിരിക്കാനും എന്ത് ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കാനും ഇഷ്ടം പോലെ. നല്ലത് പറയാൻ ആരുണ്ട്? വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. ഏറ്റവും നല്ല വാക്ക് പറയുന്നത് സ്വതക്കയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം കടത്തിവിടുന്നതാണത്രേ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ജോലി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അഫ്ളലുൽ അഅമാൽ ഉണ്ടാവാം, അസ്കാഹ, വലിയ മഹത്വമുള്ള അമലുകളെ പറ്റിയൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ചർച്ച വന്നിട്ടുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്താണ്? ഇദ്ഖാലു സുറൂരി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം. എല്ലാവർക്കും പൈസ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല വാക്കുകൊണ്ട്, നല്ല വാക്ക്. പൈസ ഉണ്ടായിട്ട് കൊടുക്കാതെ പിഷ്കനായിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമല്ലേ? മനുഷ്യന്മാർ മയ്യിത്ത് സ്വീകരിക്കാൻ വരെ വരൂല. അങ്ങനെയാണ്. നല്ല വാക്ക് തന്നെ സ്വതക്കല്ല, കൊണ്ടുപോയിക്കോ എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വന്ന് അങ്ങനെയല്ല. കയ്യിലൊന്നുമില്ല എന്നാ നല്ല ഔ കലിമത്തുൻ ത്വയ്യിബ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയാ. മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക. ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ്. അതേ സ്ഥാനത്ത് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നാവ് കൊണ്ട് സംഭവിച്ചു പോകുന്ന തിന്മകളുണ്ട്. അതുകൊണ്ടാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫ്അൻ കഹാദാ, മുആദേ നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസുണ്ട്. അർരിബാ 72 ബാബ. പലിശ എന്ന് പറയുന്നത് 72 വിധമുണ്ടത്രേ. പലിശയുടെ വിഷയം 72 നാശങ്ങൾ, 72 തിന്മകൾ, 72 കുറ്റങ്ങൾ പലിശയിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, 72ഓളം പാതകങ്ങളാണത്രേ പലിശ എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ. 72ഓളം. നമ്മളെന്താ പറയാ? ബാങ്കുമായി എന്തെങ്കിലും ഡീലിങ്സ് എടുക്കുകയാണ്, എന്തേ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നിസ്സാരമാണ് പലിശ എന്നപ്പോൾ നമ്മളാ മനസ്സിലാക്കേണ്ടത് അല്ലേ? ടാക്സ് കൊടുത്താലും പലിശ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചാൽ നമുക്ക് അതിലേറെ വലുതെന്താണ്? അള്ളാഹുവിന്റെ ഹുർമത്ത് സൂക്ഷിക്കലാണ് അല്ലേ? നിസ്സാരമായി കാണാൻ വളരെ കൂളായിട്ട്. അതിനെന്താ പ്രശ്നം? നമ്മുടെ മറ്റേ ബാങ്ക്, ഈ ബാങ്കുകാർ ഇത്ര % തരുന്നുണ്ട്, സ്വർണത്തിന് ഇത്ര സ്വർണ്ണ പണയം, ഇത്ര പലിശക്ക് ഇത്ര പലിശ, അവിടെ എത്ര പലിശ, അങ്ങനെ പറയാമുള്ളൂ അല്ലേ? അവിടെ 15, ഇവിടെ 12 ഉള്ളടോ, മറ്റോടത്ത് 10 ഉള്ളൂ. ഞാൻ തരാം, എനിക്ക് മാനേജർ അറിയാം, ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം. എന്തിന്? പച്ചയായ പലിശക്ക്. ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, അവരെ പറ്റിയല്ല. എന്ന് പറയും ഉലമാ. എന്ത് ചെയ്യാ? ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, ഒരു നിർവാഹല, ഒരു മനുഷ്യനും സഹായിക്കാനില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ആ സമയം ഒരു പലിശ ഇടപാടിലേക്ക് ഒരു മനുഷ്യൻ പെട്ടുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കാരണം അവിടെ അവന് ഇളവുണ്ട്. കാരണം അവന് നിവൃത്തിയില്ലല്ലോ. അങ്ങനെയല്ല. സുഹൃത്തുക്കളായ ആളുകളോട് ഒന്ന് ചോദിച്ചിട്ട് ഒരു സഹായമായി, ഒരു കടമായി ഞാൻ വീട്ടിൽ തരാം. അതിനെന്താ പ്രശ്നം പറ്റിയെന്നറിയോ? ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് കടം കൊടുത്ത് സഹായിച്ചിട്ടേ ഇവരിത് വാങ്ങി മുങ്ങിയതാണ്. കാലം വരെ തിരിച്ചു കൊടുത്തിട്ടില്ല. മക്കളും മക്കളുടെ ഓർക്ക് വീടിന്റെ വീടൊക്കെ ആയിട്ടും അന്ന് കടം വാങ്ങിയ പൈസ എപ്പോഴും കൊടുക്കാതെ കാണുമ്പോഴാ എന്തിനാ മനുഷ്യന്മാരെ സഹായിക്കണേ? തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ ചിലപ്പോൾ കത്തിക്കുത്തായിരിക്കും. അവനവന്റെ സ്വന്തം ഹക്ക് ചോദിക്കാൻ ചെന്നാൽ വധഭീഷണി. ആര്? സഹായിച്ച മനുഷ്യന്മാർക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ സഹായം ഇല്ലാതാവുന്നത്. വലിയൊരു ഉപകാരം അല്ലാഹു തആല മനുഷ്യരുടെ ഖൽബിലൂടെ നമുക്ക് തന്നപ്പോഴേ നമ്മളത് എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തപ്പോ ആ റഹ്മത്തിന്റെ വാതിൽ അല്ലാഹു അടച്ചു കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഹറാമിലൂടെയാണ് പിന്നെ വഴിയുള്ളൂ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഹലാൽ കൊണ്ട് അല്ലാഹു നമുക്ക് പരിഹാരം തരട്ടെ. നമ്മുടെ വിഷയം അതല്ല. നബി തങ്ങൾ വിശദീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പലിശയുമായി ഇതിന് ബന്ധമുള്ളത് കൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കാം. ബാബൻ. പലിശ എന്ന് പറയുന്നത് 72ഓളം തിന്മകളാണത്രേ. 72, ഒരു തിന്മയല്ല, 72.
അതിലേറ്റവും നിസ്സാരമായ തിന്മ എന്ന് പറയുന്നത് 72 തിന്മയാണത്രേ ഒരു പലിശ ഇടപാട്. വട്ടിപ്പലിശ കൊടുക്കുന്നവരെ പറ്റി ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? പലിശയുമായി ഇടപെടുന്നത് 72 തിന്മയാണത്രേ. അതിലേറ്റവും നിസ്സാരമായത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വ്യഭിചരിക്കുന്നതോളം തുല്യമാണത്രേ അതിൽ ഏറ്റവും നിസ്സാരമായത്. അല്ലാഹുവേ, പടച്ചറബ്ബേ, കാവൽ നൽകണേ തമ്പുരാനെ. നിസ്സാരമായത് അങ്ങനെയാണ്. അല്ലാഹു തആല പരിശുദ്ധമായി വെക്കാൻ പറഞ്ഞ, കാലിന് താഴെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മയിൽ ഒരു ഹറാമു ചെയ്യുന്ന പോലെയാണത്രേ 72 കുറ്റങ്ങളിൽ ഏറ്റവും ചെറുതത്രയാണ്. പിന്നെ വലുതെത്രയായിരിക്കും? എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നത് കേൾക്കണം. ഇനി എന്താ പറയാൻ പോകുന്നത്? എന്നാൽ പലിശകളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ എന്ന് പറയുന്നത് അന്യായമായി നിരപരാധിയായ ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നത്. നിരപരാധിയായ മനുഷ്യൻ, കള്ളന്മാരെ കുറിച്ചല്ല, തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ചല്ല, നിരപരാധിയായ പച്ചയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അപമാനിച്ചുകൊണ്ടോ തെറി പറഞ്ഞുകൊണ്ടോ മോശപ്പെട്ടത് പറഞ്ഞുകൊണ്ടോ ഒരു നിരപരാധിയെ ആക്ഷേപിക്കുന്നത് പലിശയെക്കാളും ഗുരുതരമായ പലിശയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണായാലും പെണ്ണായാലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി തിന്മകൾ പടച്ചുണ്ടാക്കുന്നത്, അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. എന്നൊക്കെ നമ്മുടെ മീഡിയ നമ്മുടെ കയ്യിൽ ഫുൾ ടൈം ലൈവാണ്, ഡാറ്റ പാക്കേജുകൾ ലഭ്യമാണ്. ഇതൊക്കെ തിന്മകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന എത്ര വലിയ തിന്മകളാണത്രേ. ഓരോരുത്തരും എടോ നീ അറിഞ്ഞോ? ആ സാധു അറിഞ്ഞിട്ടില്ല, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, നീ അറിഞ്ഞോ? ഇല്ല. എന്തേ? പിന്നെ എൻ്റെ അടുത്തുണ്ട് ക്ലിപ്പ്, ഞാൻ തരാം. എന്തോ ആ സാധു ചെയ്തൊരു തെറ്റ്, അല്ലെങ്കിൽ അവന് സംഭവിച്ചു പോയൊരു അബദ്ധം സർവ്വ മനുഷ്യരെ ഈ നാട്ടുകാരെ മുഴുവനും പറഞ്ഞറിയിക്കാൻ ഉണ്ടാക്കുന്ന തിന്മകൾ വലിയ കുറ്റല്ലേ? ഒരു വാക്കുപോലും പലിശ ഇത്രത്തോളം ഗുരുതരമാണെങ്കിൽ പലിശയെക്കാളും ഗുരുതരമാണത്രേ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായിട്ട് യാതൊരു അവകാശവുമില്ലാതെ ഫിത്നയെ അല്ലെങ്കിൽ ഫസാദിനെ, ഫിസ്ഖ് തമ്മാടിത്തരം ചെയ്യുന്നത്, ദുൽമ് ചെയ്യുന്നത്, ആളുകളെ വഴിപഴപ്പിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ എടുത്തു പറയാനും സമൂഹത്തിന് ഉത്ബോധനം ചെയ്യാനും ഉലമാഇന് ആലിമീങ്ങൾക്ക് ദുആത്തിന് അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല ഇത്. എന്നാലും വ്യക്തിഹത്യകൾ ചെയ്യാൻ പാടുള്ളതല്ല. വിഷയങ്ങളെ ആ വിഷയം അവതരിപ്പിക്കുക, ഈ കാര്യം തെറ്റാണ്, ഈ വസ്തുത തെറ്റാണ്, ഈ നിലപാട് തെറ്റാണ്, ഈ ആശയം തെറ്റാണ്, അത് പറയാം. ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നത്, അപമാനിക്കുന്നത് അല്ലാഹുവിന്റെ ശറഅ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഓരോ മുസ്ലിമായ മനുഷ്യനും ആണായാലും പെണ്ണായാലും അവന്റെ അഭിമാനം ഹനിക്കുന്നത് ഹറാമാണ്. അഭിമാനം ഹനിക്കുന്നത് ഹറാമാ. അത് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിന്റെ വീട്ടുകാരെ അങ്ങനെയൊന്നുമില്ല. ഓലെ അഭിമാനം മാനം കെടുത്തുക അല്ലെ? ഒരു പരിപാടി നടക്കുമ്പോ അത് തന്നില്ല, കൊണ്ടുവന്ന കട്ടില് ഒറിജിനൽ തേക്കാന്ന് വിചാരിച്ചു പെയിന്റ് അടിച്ചതായിരുന്നു. ഇതൊക്കെയാണ് വലിയ വലിയ കേസുകളെ. സുബ്ഹാനല്ലാഹ്. ഒരു മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തന്നത് പോത്ത് ബിരിയാണി ആയിപ്പോയി. ഇതൊക്കെ ഞങ്ങളെ മാനം കെടുത്തിയെന്ന്. നിങ്ങളൊക്കെ ആരായി മാനം കെടാൻ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മാനം കെട്ടുപോയിന്ന്. എങ്ങനെ? ഒരത്ര തരുന്ന് പറഞ്ഞ് തന്ന് ഇത്രയായി പോയിന്ന്. പച്ചയായ മനുഷ്യൻ ആർത്തി പൂണ്ട് നടക്കുക, വേറെല്ലോണ്ട് നിങ്ങോട്ട് കിട്ടുമെന്ന്. നിങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയല്ല ആലോചിക്കുന്നത്, കിട്ടുന്നതൊന്നും പോരാ എന്നാ വിഷയം. സുബ്ഹാനല്ലാഹ്. അപമാനിക്കുക, നാണം കെടുത്തുക, നിസ്സാരമാക്കുക നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ പറ്റി പോലും അങ്ങനെ പറയാൻ പാടില്ല. തൊലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ട്, എന്തെങ്കിലും തൊലാഖ് ചൊല്ലാൻ കാരണം പിന്നെ നാട്ടിലെ കല്യാണം മുടക്കിയോളും നടത്തിയോളും ഒക്കെ പലതും ഉണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അല്ല എന്തേ ഇപ്പൊ ആ കുട്ടി നിങ്ങൾ ഒഴിവാക്കാൻ കാരണം? എന്തേ പ്രശ്നം? അല്ല ഞങ്ങൾ ആ കുട്ടിക്കൊരു കല്യാണം ആലോചിച്ച് വന്നതാണ്, അപ്പൊ നിങ്ങൾ മോൻ ഇവിടെ മുമ്പ് കല്യാണം കഴിച്ചാന്ന്. എന്തേ? അതറിയേണ്ടെന്നാ പേരിയ്ക്ക്, ചായ ഉണ്ടായിക്കട്ടെ, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കി, എന്നിട്ട് കഥ പറയാണ്, ലൈഫ് സ്റ്റോറി മൊത്തം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു, പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു വിടും. ഇതൊക്കെ പച്ചയായ ഗീബത്താണ്. ഒരു മനുഷ്യനോട് ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിന്റെ ഹക്കും ബാത്തിലും സംക്ഷിപ്തമായി മൂജസായി വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ മൊത്തം ഹിസ്റ്ററി പറഞ്ഞൊരു മനുഷ്യനെ അപമാനിക്കുക
ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മഹത്തുക്കളായ മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച് ഒരുപാട് വിഷമിച്ച് നടന്നപ്പോഴാണ് മനുഷ്യന്മാർ ചോദിച്ച്, പൊന്നാര മനുഷ്യ, അങ്ങക്ക് ആ പെണ്ണിനങ്ങ് തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി കൂടെ, വേറെ പെണ്ണുങ്ങളില്ലേ നാട്ടിൽ, എന്തിനാ ഇടങ്ങാറായി നടക്കുന്നത്? പറഞ്ഞു, സംഗതിയൊക്കെ ശരി തന്നെയാണ്, ഞാൻ ഇവള് തൊലാക്ക് ചൊല്ലിയാൽ വേറെ ഏതെങ്കിലും സാധു മുസ്ലിം വന്ന് ഇവളെ കെട്ടും, പിന്നെ അവൻ ഇവളെ സഹിക്കണ്ടേ, അപ്പൊ എൻ്റെ മുസ്ലിമായ സഹോദരന് പകരം ഞാനിത് സഹിച്ചോളാം. അങ്ങനെ കൊണ്ടുനടന്നു കുറെ കാലം. പിന്നെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ഒഴിവാക്കി. മനുഷ്യന്മാരെ പിന്നെ വിടൂലല്ലോ. ഇപ്പൊ എന്തേ ഒഴിവാക്കിയത്? അന്ന് അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചതാണല്ലോ, പിന്നെ എന്തേ ഒഴിവാക്കിയത്, എന്തേ കുറ്റെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ ഒഴിവാക്കി, ശരിയാണ്, അവളിപ്പോ വേറൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവൾ എൻ്റെ പെങ്ങളല്ല, എൻ്റെ ഭാര്യയല്ല. എൻ്റെ സഹോദരൻ്റെ ഒരു മുസ്ലിമായ ഭാര്യയെ പറ്റി എനിക്ക് കുറ്റം പറയാൻ പാടുണ്ടോ? ഞാൻ പറയൂല. ഇങ്ങനെയാ പറയേണ്ടത്. നമ്മൾ കസാലയൊക്കെ ഇട്ടെടുത്തിട്ട് സൽക്കരിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. പഴയ കഥകളൊക്കെ ഇങ്ങനെ ചെയ്തു പോകരുത്. നമ്മൾ നിസ്സാരമായി കാണുന്നവയാണ്, പറയാൻ വലിയ രസം തോന്നും, പക്ഷേ വലിയ ഗുരുതരമായ തെറ്റാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗുരുതരമായാണ് വിഷയം പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. കഅബാലയത്തിന്റെ മുമ്പിൽ എന്നിട്ട് കഅബയെ നോക്കിയിട്ട് പറയുന്നു, യാ കഅബ, അല്ലയോ കഅബാലയമേ, മാ അഅളമകി, നീ എത്ര മഹത്തരമാണ് കഅബ. അല്ലാഹു കഅബ കാണാനും ഹജ്ജും ഉംറയൊക്കെ ഒരുപാട് തവണ ചെയ്യാനുമുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ഈ കൊല്ലം ഹജ്ജിന് പോയി വന്നവരിൽ നിന്ന് അവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത കൊല്ലത്തേക്ക് കൊടുത്തവർ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. മാ അഅളമകി, കഅബയുടെ മുമ്പിൽ നിന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, കഅബാലയമേ, നീ എത്ര വലുതാണ്, എത്ര മഹത്തരമാണ്. വമാ അഅളമ ഹുർമതകി, നിന്റെ പവിത്രത എത്ര മഹത്തരമാണ്. കഅബയെ നോക്കി ഇങ്ങനെ പറയാ. ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബ, നീ ഭയങ്കരാണല്ലേ കഅബ. എന്നിട്ട് ഇങ്ങനെ പറയാണ്, കഅബയെ നിനക്കറിയോ, വലൽ മുഅ്മിനു വല്ലാഹി അഅലമു ഹുർമതൻ മിൻകി, കഅബാലയമേ, നിന്നെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ഹുർമത്തുള്ള പവിത്രതയുള്ള ആളാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ. ഫാസിഖീങ്ങളല്ല, തിന്മ തന്റെ കൂട്ടുകാരനായി കൊണ്ടു നടക്കുന്ന ഫാസിഖീങ്ങളെ കുറിച്ചല്ല പറയുന്നത്. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, സ്വലാഹിന്റെയും വറഇന്റെയും നന്മയുടെയും ഉടമകളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, കഅബാലയമേ, നിന്നെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുണ്ടത്രേ. അതായത് ഒരു സ്വാലിഹായ മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നത് കഅബയെ പൊളിക്കുന്നതോളം, കഅബയെ പൊളിക്കുന്നത് അതിനേക്കാളും നിസ്സാരമാണത്രേ. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി, ഇഷ്ടികകളായി കഅബയെ പൊളിച്ചു മാറ്റുന്നതിനേക്കാളും ഗൗരവമാണത്രേ നിരപരാധിയായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ചോര ചിന്തുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞത്, കഅബാലയമേ, നീ വല്ലാത്ത പുണ്യമുള്ള കഅബയാണ്. ഒക്കെ ശരിയാണ്, നിന്നെക്കാളും പുണ്യമുണ്ട് ആർക്ക്? ഒരു മുഅ്മിനായ മനുഷ്യന്. നമ്മളത് മനസ്സിലാക്കാറുണ്ടോ? മുഅ്മിനായ മനുഷ്യന് കഅബയെക്കാളും. എന്നിട്ട് നമ്മൾ കഅബന്റെ അടുത്ത് ഒരു മനുഷ്യനൊക്കെ ഉന്തിയിട്ട് ഇങ്ങോട്ട് ഹജറുൽ അസ്വദ് തൊടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. പൊന്നാര മുഅ്മിനീങ്ങളെ, കഅബ, അല്ലാഹുവിന്റെ ഹറമിൽ വെച്ചൊരു മുഅ്മിനായ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കൽ ഹറാമാണ്. വെറുതെ ഉന്തി തള്ളിയുടെ എത്രയോ പ്രായമുള്ള ആളുകൾ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ, ജീവിതത്തിൽ 10, 20, 30 കൊല്ലം കാത്തിരുന്ന ഒരു ഉംറയ്ക്ക് വേണ്ടി വന്ന ആളുകളൊക്കെ ആ തവാഫിലൂടെ മെല്ലെങ്ങനെ നടക്കുമ്പോഴാ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് തിക്കി തിരക്കി വരികയാണ്. ആരെയായി തിരക്കണത്? പാവപ്പെട്ട മുഅ്മിനീങ്ങളായ പ്രായമുള്ള ആണുങ്ങൾ, പ്രായമുള്ള പെണ്ണുങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, ഇവരൊക്കെ തള്ളി നീക്കിയിട്ട് എന്തിനായി പോണത്? കഅബയെ തൊടാൻ. ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്, പക്ഷെ ഒരു മനുഷ്യനെ തിരക്കൽ, കാലിന് ചവിട്ടൽ, ഒരു മനുഷ്യന്റെ ദേഹത്ത് ചവിട്ടിപ്പോവൽ, ഒരു മനുഷ്യനെ കുത്തി പ്രയാസപ്പെടുത്തൽ ഹറാമാണ്. ഒരു ഹറാമ് ചെയ്തിട്ട് സുന്നത്ത് ചെയ്യാൻ ഓടുകയാണ്. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്യണ്ട, തൊടാൻ പറ്റൂലേ, ദൂരെ നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഹജറുൽ അസ്വദിനെ നോക്കി കൈകൊണ്ട് നീ മുത്തിയാൽ മതി. എന്ത് ചെയ്യണ്ട, ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. എന്തേ? കഅബാലയത്തെക്കാളും, കഅബ എന്ന് പറഞ്ഞത് ഹജറുൽ അസ്വദ് ഉൾക്കൊള്ളുന്നതാണ്. കഅബാലയത്തെക്കാളും പുണ്യം ആർക്കുണ്ട്? മുഅ്മിനായ മനുഷ്യനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പരിശുദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് മൻ റമാ മുസ്ലിമൻ ബിശൈഇൻ യുരീദു ശൈനഹു ബിഹി ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അപരാധങ്ങൾ പറഞ്ഞു പരത്തുന്നത്, എഴുതിവിടുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മുസ്ലിമായ ഒരു മനുഷ്യനെ അപമാനപ്പെടുത്തുന്നത്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്, തിന്മകൾ പരത്തുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച ആ ഒരു പാലത്തിൽ സിറാത്തിൽ അല്ലാഹു പിടിച്ചു വെക്കും. ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, ആ പറഞ്ഞ വിഷയം പൊരുത്തപ്പെടിക്കുന്നവരെ അവിടുന്ന് നീങ്ങാൻ കഴിയുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലമി ഗോത്രക്കാരൻ മുത്തുനബിയുടെ മുമ്പിലേക്ക് വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രക്കാരൻ സ്വന്തം ശരീരം ചെയ്ത ഒരു തിന്മയെ സാക്ഷി പറയാൻ വന്നതാണ്. അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, വ്യഭിചാരം എന്നിൽ സംഭവിച്ചു പോയി. 4 ഷഹാദാത്ത്, 4 സാക്ഷികൾ വേണം, അല്ലെങ്കിൽ ഇഖ്റാറും ബിന്നഫ്സ്, സ്വയം സമ്മതിക്കണം. അസ്ലമി പറഞ്ഞു, നബിയേ ഞാൻ ചെയ്തു എന്നതിന് ഞാൻ 4 തവണ സാക്ഷിയാണ്. അങ്ങനെ ഇഖ്റാറും ചെയ്തു, സാക്ഷി പറയലും ചെയ്തു. നബി തങ്ങൾ ചോദിച്ചു, അസ്ലമി എന്താണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ നിങ്ങൾക്കറിയോ? അറിയൂ നബിയെ, എറിഞ്ഞു കൊല്ലലാണ്. അല്ലാഹുവിന്റെ റസൂലേ, അതൈതും റഅതൻ ഹറാമൻ ഫതുഖിർനി യാ റസൂലല്ലാഹ്, നബിയെ അന്യായമായി അല്ലാഹു തആല സമീപിക്കരുത് എന്ന് പറഞ്ഞ തിന്മ ഒരു പെണ്ണിൽ ഞാൻ സമീപിച്ചു, വ്യഭിചാരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അസ്ലമിക്കാരനായ ആളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാമിന്റെ ശിക്ഷ നടപ്പാക്കുകയാണ്. കോടതിക്ക് മുമ്പിൽ വന്നാൽ ശിക്ഷ അതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, ആരും അറിഞ്ഞിട്ടില്ല, അവനും പടച്ചവനും മാത്രം അറിഞ്ഞത്, ആ പെണ്ണ് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആര്, നാട്ടുകാരനെ അറിഞ്ഞെന്ന് വിചാരിക്കുക. ഇസ്ലാമിന്റെ കോടതിയല്ലല്ലോ. ഇസ്ലാമിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഖാദി നടപ്പാക്കുന്ന ശിക്ഷയാണ് എറിഞ്ഞുകൊല്ലൽ. പക്ഷെ ഒരു തിന്മ നടന്നാൽ ആ തിന്മ അവനും പടച്ചവനും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങാം. അവനും പടച്ചവനും തമ്മിൽ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. അള്ളാഹു പുറത്തു കൊടുക്കും. തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ചെയ്യൂ റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു പോവില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് ആസ്മ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു പുറത്തു കൊടുത്തേക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. തെറ്റ് സംഭവിച്ചവരെല്ലാം, നമ്മളെല്ലാവരും കുല്ലു ബിനി ആദമ ഖത്താ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷെ മുത്തുനബിയുടെ മുമ്പിൽ അവർ വരാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടുന്ന് ശിക്ഷ വാങ്ങിയാൽ നാളെ അള്ളാഹു ശിക്ഷിക്കൂല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നബി എന്നെ ശിക്ഷിച്ചോളൂ. അങ്ങനെ ഫറുജിമ, ഇയാൾ കല്ലുകൊണ്ട് എറിയപ്പെടുകയാണ്, അവർ മരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2 അൻസ്വാരികളായ ചെറുപ്പക്കാരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് നബി തങ്ങൾ കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറയുന്നതെന്നറിയോ? അവര് പറയാണ്, ഉൻദുർ ഇലാ ഹാദാ, ഈ മനുഷ്യന്റെ കാര്യം ഒന്ന് നോക്ക്. അല്ലദീ സതറല്ലാഹു അലൈഹി, ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് അള്ളാഹു മറച്ചു വെച്ചിരുന്നു. ഇവനായിട്ട് ചെന്ന് നബിയോട് ചെന്ന് പറഞ്ഞതാ, നബിയെ ഞാൻ തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷിക്കണം. എന്നിട്ട് എന്തുണ്ടായി? ഫലം യദ്അ നഫ്സഹു ഹത്താ റുജിമ റജ്മൽ കൽബ്, നായകളെ എറിയുന്ന പോലെ എറിയപ്പെട്ടില്ലേ? ആ മനുഷ്യന് വല്ല ആവശ്യമുണ്ടായിരുന്നോ? അതങ്ങ് മറച്ചു പിടിച്ചാൽ പോരായിരുന്നോ എന്ന് 2 ആളുകൾ സംസാരിക്കുന്നു. ആര് കേൾക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്താൻ നേരായ? എത്ര പെട്ടെന്ന് ചെറുപ്പശ്ശേരി ടൈം വേഗം ഉണ്ടല്ലോ. ഇവിടുത്തെ ക്ലോക്കൊക്കെ ഇച്ചിരി ഫാസ്റ്റ് ആണല്ലോ. സമയമായില്ലേ? 6:24 ബാങ്കാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു 4-5 മിനിറ്റ് കൂടെ അല്ലേ? പള്ളി അടുത്ത് തന്നെയല്ലേ ബാങ്ക് കൊടുക്കാനേ? എന്നാ നിർത്തല്ലേ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുന്നു. കണ്ടില്ലേ ഈ മനുഷ്യൻ? റുജിമ റജ്മൽ കൽബ്, നായകൾ എറിയപ്പെടുന്ന പോലെ എറിയപ്പെട്ടില്ലേ? തങ്ങളൊന്നും പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അതൊക്കെ കഴിഞ്ഞു. സ്വഹാബിയെ മറവ് ചെയ്തു, നിസ്കാരം കഴിഞ്ഞു, മറവ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. 1 മണിക്കൂർ നേരം കഴിഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു കഴുത ചത്ത് കിടക്കുന്നു. ഒരുപാട് ദിവസമായി ഇത് ചത്ത് കിടന്നിട്ട് എൻ്റെ വയറൊക്കെ വീർത്ത് കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ, അയ്ന ഫുലാനും വഫുലാൻ, അവിടെ ഇങ്ങനെ പറഞ്ഞ 2 ആളുകൾ എവിടെ? ദാ നബിയെ, നിങ്ങൾ വരീന്ന് പറഞ്ഞു, ഇരുന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞു. എന്തേ നബിയെ? ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ ഞങ്ങളോട് ശവം തിന്നാൻ വേണ്ടി പറയണോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നിൽതുമാ മിൻ അർളി അഖീകുമാ ആനിഫ അശദ്ദു മിൻ അക്ലി ഹാദിഹിൽ ജീഫ. നിങ്ങളുടെ സ്വന്തം സഹോദരനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഈ ശവം തിന്നതിനേക്കാൾ ഗൗരവമായിരുന്നു. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുൽ ആന ലഫീ അൻഹാരിൽ ജന്നതി യൻഗമിസു ഫീഹാ.
ആ സുഹാബി സ്വർഗത്തിന്റെ പുഴകളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണിത്. ആ മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ നായ എറിയപ്പെടുന്ന പോലെ എറിയപ്പെട്ടു എന്ന് ആ സുഹാബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനേക്കാളൊക്കെ ഭേദം ഈ ശവം തിന്നലല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് എന്നവർ ഉദ്ധരിച്ച വളരെ സ്വഹീഹായ ഹദീസാണത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുരുതരമായ രീതിയിലാണ് ഇത്തരം നാവുകളെ കൊണ്ടുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുഹൈബ്തു ഫുലാനൻ 20 സന, നമ്മുടെ മുൻഗാമികളിൽ 20 വർഷത്തോളം ചില ആളുകളുടെ കൂടെ ഞാൻ നടന്നു. വല്ലാഹി മാ സമിഅ്തു മിൻഹു കലിമതൻ തുആബ്, ഐബുള്ള ഒരു വാക്ക് പോലും ആ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലരൊക്കെ കൂളായിട്ട് അനാവശ്യമായ വാക്ക് ഇങ്ങനെ കൂളായിട്ട് പറയും, ഒരു വിഷമമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി. ഒന്നും പറഞ്ഞു പോവരുത്. കലിമത്ത് ചില വാക്കുകളെ കൊണ്ട് നരകത്തിലേക്ക് ആപ്പതിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുന അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മാ തകല്ലംതു ബികലിമത്തിൻ വലാ ഫഅൽതു ഫിഅലൻ ഇല്ലാ വഅദതു ലഹു ജവാബൻ ബൈന യദൈ റബ്ബി. ഞാൻ ചെയ്യുന്ന ഏതൊരു പണിയും, ഞാൻ പറയുന്ന ഏതൊരു വാക്കും അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ മറുപടിയുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് നമ്മുടെ നാവുകളെ കടിഞ്ഞാണിടാനും തിന്മകൾ ഒരു മനുഷ്യനിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സന്തോഷം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ പകർന്നു കൊടുക്കേണ്ടതിന് പകരം വിഘടനത്തിന്റെയും അതുപോലെ ശൈഥില്യത്തിന്റെയും പിണക്കത്തിന്റെയും കാരണമാവുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ മാസങ്ങളോളം സ്വന്തം സഹോദരിയുടെ പുത്രനോട് പിണങ്ങാൻ കാരണം അപമര്യാദയായി പറഞ്ഞ ഒരൊറ്റ ജുംലയാണ്, ഒരു സെന്റൻസാണ്. അവിടെ നിന്നാണ് നമ്മൾ ചർച്ച ആരംഭിച്ചത്. പക്ഷേ നമ്മുടെ സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് ഞാൻ ഇനി 1.5 മണിക്കൂറൊക്കെ പോവാണ്ട്, അപ്പോൾ സമയമെല്ലാം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ. 2 മക്കൾ ഹാഫിളീങ്ങളാവാൻ വേണ്ടി ഒരു സഹോദരൻ 6666 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ആ കുട്ടിയെ, ആ മക്കളെ ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കളിൽ ആലിമീങ്ങൾ അല്ലാഹു തരട്ടെ. 6666 രൂപ 6666 മജ്‌ലിസിൽ നിന്നും സംഭാവന ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പരിപാടിയിലേക്ക് സഹായം ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി പ്രത്യേക ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം തന്നിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അൽബിസ്ഹാ മിൻ ലിബാസിൽ ജന്ന വസിവാരിൽ ജന്ന. പാറമൽ വാഹിദ മരിച്ച മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോതിരം തന്നു. അല്ലാഹുവേ, ആ ഉമ്മയുടെ സ്വതക്കയെ നീ കബൂലാക്കണേ റബ്ബേ. ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാനെ. സഹോദരി എല്ലാ മുറാദും ഹാസിലാവാൻ 1000 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു നീ എല്ലാവിധ നിയ്യത്തുകളും സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ട ഉപ്പ, അവരുടെ ജ്യേഷ്ഠത്തി, സഹോദരൻ, അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി 501 രൂപ ഒരു സഹോദരി അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ചെന്ന ഈ സംഭാവന സ്വീകരിക്കണേ റബ്ബേ. യുവാവ് ഒരു കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലാണ്. നമ്മുടെ ഓൺലൈൻ നമ്മുടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ദുആ ചെയ്യാൻ അപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. അല്ലാഹുവേ നീ ആ സഹോദരനെ വളരെ പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അത്തരം ഒരവസ്ഥകളൊക്കെ വന്ന ആളുകൾ, അവരുടെ ബന്ധുക്കളും വളരെ കൂടുതൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലിയാൽ അതിൽ നിന്ന് മോചനമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ജയിലിൽ കഴിയുന്ന ഒരുപാട് നിരപരാധികളായ ആളുകൾ, അവർക്ക് എല്ലാവർക്കും നീ മോചനം കൊടുക്കണം തമ്പുരാനെ. പിന്നെ സമയം വൈകിയത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഈ പരിപാടിയിലേക്ക് സംഭാവന കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആ കാര്യം ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം തന്നെ ഇൻഷാ അല്ലാഹ് തിരിച്ചു പോവുക. നമ്മൾ ചെറുതായിട്ടൊന്ന് ദുആരൊക്കെയാണ് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്‌രിബിന്റെ ശേഷം ഇവിടെ ദുആ സമ്മേളനം നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് വലിയൊരു ഖൈറാണ്. അൽഹംദുലില്ലാ. മഗ്‌രിബിന്റെ ശേഷം നടക്കുന്ന ദുആ സമ്മേളനത്തിലേക്ക് എല്ലാവരും എന്ത് ചെയ്യണം? നിസ്കാരം കഴിഞ്ഞിട്ടുടനെ എത്തുക. ബാക്കി കാര്യങ്ങൾക്ക് വിശദമായിട്ട് ദുആ ഉണ്ടാകും. ഉസ്താദുമാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. ദിക്ർ, ദുആ, മജ്‌ലിസ് വളരെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا مدحورا. اللهم لا تدع لنا في مقامنا وفي مجلسنا وفي ساعتنا هذه ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا سحرا إلا